എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 27th മെയ് 19ാമത്തെ ദിവസമാണ് നമ്മൾ ദേവി ഭാഗവതം ഇവിടെ അവതരിപ്പിക്കുന്നത്. അഖില കേരള തന്ത്രി സമാജത്തിന്റെയും ഉത്തരമേഖലയുടെയും TVSRCയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പൂജാപഠനം പഠിതാക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന ഈ വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. ഇന്ന് നമുക്ക് വളരെ സുപരിചിതനായ ഡോക്ടർ TP രാധാകൃഷ്ണൻ നമ്പൂതിരി അവர்களാണ് പ്രഭാഷണം നടത്തുന്നത്. സ്കന്ധം 8 ഇന്നും നാളെയായിട്ട് 24 അധ്യായങ്ങൾ ആണ് കവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സന്ധ്യ കരിപ്പം. എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവി സരസ്വതി വ്യാസം തതോ ജയമുദീരയേ വളരെ സന്തോഷം. സന്ധ്യാകരിപ്പം. സ്വാഗതത്തിനായി സജീവ് കരിപ്പത്തിന് ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാന് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. ഞാനൊരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഒരു ഓണക്കാലത്ത് പിന്നെ ഒരു TV പ്രോഗ്രാംസ് കാണുമ്പം പാചകത്തിനെ കുറിച്ചൊരു പ്രോഗ്രാം ഇങ്ങനെ പാസ് ചെയ്ത് കണ്ടു. കാരണം ആ പ്രോഗ്രാം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ, ഒരു തമിഴ് ചൊവ്വയില് ഇത് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ. അപ്പൊ ഞാൻ ആ പ്രോഗ്രാം കണ്ട് ഞാൻ അവിടെ ആക്ച്വലി സ്റ്റക്കായി. കാരണം അതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഇദ്ദേഹം ആരാണെന്നോ എന്തോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയം. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഈ രാധാകൃഷ്ണൻ നമ്പൂതിരി സാറാണ് മദ്രാസ് സംസ്കൃത കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത്. പിന്നെ ഞാൻ പുള്ളിയുടെ യൂട്യൂബ് വീഡിയോസും ഇതെല്ലാം കണ്ടു. അപ്പം അപാരമായി. കാരണം ഇത് മാത്രമല്ല, തർക്കം, ആയുർവേദം, പ്രകൃതി, ചികിത്സ, അത് കഴിഞ്ഞ് വേദിക് മാത്തമാറ്റിക്സ്, സൂര്യ സിദ്ധാന്തം, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ്. അപ്പൊ പുള്ളി PhD സംസ്കൃതത്തിൽ PhD, 2 MA, അങ്ങനെ നമ്മൾക്കൊന്നും എനിക്ക് തോന്നുന്നത് ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഡെപ്തും അത്രയും ബ്രെത്തുമുള്ള പല കാര്യങ്ങളും, അങ്ങനെ പല സ്തോത്രങ്ങളും പുള്ളി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് TVSRCയുടെ പേരിലും തന്ത്രി സമാജത്തിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദനാ മാഹേശ്വരി ലീലയാ കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധാ വൈഷ്ണവി വാരാഹി ഘനഘോര ഖർഘരമുഖി ദംശ്രീജ വജ്രായുധ ചാമുണ്ഡി ഗണനാഥരുദ്രസഹിതാം രക്ഷന്തു മാം മാതര. സപ്തമാതൃക്കൾ എന്ന് പറയുന്ന സങ്കല്പം ശാക്തേയത്തില് വരുന്നത് ആദിപരാശക്തി, അതായത് ഈ പരബ്രഹ്മത്തില് എന്തൊരു ചലനം ഉണ്ടാവണമെങ്കിലും എന്ത് വേണം? അതൊരു ശക്തി വേണം. ഇല്ലാണ്ട് എന്തുണ്ടാവില്ല? സ്പന്ദനം ഉണ്ടാവില്ല. അങ്ങനെ സ്പന്ദനം ഉണ്ടെങ്കിലേ പരമാണു എന്ന് പറയുന്ന പരബ്രഹ്മത്തില് ശാക്തേയമായിട്ടുള്ള സ്പന്ദനം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഗുണകം 2 ഉണ്ടാവുള്ളൂ. അങ്ങനെ അതെന്താവണം? അത് മഹത്തായിട്ടുള്ള പൃഥിവി, മഹത്തായിട്ടുള്ള ജലം, മഹത്തായിട്ടുള്ള വായു,
തേജസ്, ഇങ്ങനെ പൃഥിവ്യാദി പഞ്ചഭൂതങ്ങള് ഈ ഭൂമിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിലൊരു ശക്തി വേണം. ആ പരമാണു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ഒരു വെറും ശൂന്യത്വം ഉണ്ടാവുന്നു, ഒട്ടാകെ ഒരു ശൂന്യ. ആ ശൂന്യത്തിന് ആകാശം എന്ന് പേര്. വേദത്തിൽ പറയുന്നത് തസ്മാദ്വായേ തസ്മാത് ആത്മനഃ ആകാശ സംഭൂത, പരമാത്മ ചൈതന്യത്തിൽ നിന്ന് ആകാശം സംഭൂതമായി എന്ന് പറയും. അപ്പോ ഈ ആകാശം സംഭൂതമാവണമെങ്കിൽ, ഈ ശൂന്യം ഉണ്ടാവണമെങ്കിൽ, ഉത്പത്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു ശക്തി അതിൽ വേണം. ആ ജഗദംബികയുടെ ശക്തി എന്ന് പറയുന്നത് അപരിമിതവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയുള്ള എത്രയോ അധികം ശക്തിയുള്ളതാണ് ആ ഒറ്റൊരു സ്പന്ദനം ഉണ്ടാവുന്നത്. പരമാത്മ ചൈതന്യത്തിൽ ഉണ്ടാവുന്ന ആ സ്ഫുലിംഗം, ആ ചൈതന്യം, ആ സ്പന്ദനം, അതിന്റെ ഭംഗിയോ അതിന്റെ എന്താ പറയണ്ടേ നിറത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയണ്ടേ ഈ ഒരു പദാർത്ഥത്തിന്റെ സൂക്ഷ്മാവസ്ഥ, അതായത് ആയിരക്കണക്കിന് ആറ്റം ബോംബുകൾ ഒന്നിച്ച് പൊട്ടുമുണ്ടാവുന്ന തരത്തിലുള്ള അങ്ങനെ ആലോചിക്കാറോ അത്രയധികം ശക്തിയുള്ളത്. അതായത് നമുക്കിപ്പോ ഒരാറ്റം ബോംബ് പൊട്ടിയ കഥയെന്ന് നമുക്കറിയാം, ഹിരോഷിമ നാഗസാക്കിയിൽ എന്താ സംഭവിച്ചത്. അപ്പോ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആണവ റിയാക്ടർ അവിടെ പൊട്ടിയെന്ന് കേട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാലോ. അത്രയധികം എന്താണ് ഇതിന് ഈ ശക്തി അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അർത്ഥം. ആ ശക്തി മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ എന്ത് വരുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നത്. ആ ശക്തി എന്ത് ചെയ്യണം? ലോകത്തിന് ഉപകാരകമായിട്ടാണ് ജഗദംബിക ഈ പരമാണുവില് സ്പന്ദം ഉണ്ടാക്കി ഇത്തരത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗങ്ങൾ അതാ പറയുന്നു. തസ്മാത് വായേ തസ്മാത് ആത്മന ആകാശ സംഭൂത. ആകാശാത് വായു, ആകാശത്ത് എന്തുണ്ടാവും? വായു ഉണ്ടാവും. ആകാശത്തിൽ ഈ ശൂന്യമായിട്ട് നമുക്കിപ്പോ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന നമുക്ക് വായുവായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. ശൂന്യം എന്ന് പറയുന്നത് നമ്മൾ മേലെ കാണുന്നത് എന്താണ്? മണ്ഡലാണ്. അത് ആകാശമല്ല. ആകാശം ശൂന്യം. ഒരു കുടമുണ്ട്, ആ കുടത്തിന്റെ ഉള്ളിലുള്ള ശൂന്യഭാഗത്തിന് ഘടാകാശം എന്ന് പറയും. അതുപോലെ ഒരു തുണിയുണ്ട്, അതിൽ ശൂന്യത ഉണ്ടല്ലേ, അതിലിടാൻ ഒരു പടാകാശം എന്ന് പറയും. ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ എന്തുണ്ട്? നമ്മളിപ്പോ വെള്ളം നിറക്കുന്നുണ്ട്, ആ ആകാശത്തിൽ നമ്മൾ വെള്ളം നിറക്കുന്നു. അപ്പോ ഈ ശൂന്യത്തിൽ നിന്ന് എന്തുണ്ടാവുന്നത്? നമുക്കിവിടെ സഞ്ചരിക്കേണ്ട പ്രാണൻ ആവശ്യമുള്ള വായു. ഈ വായു ഏതൊക്കെ രീതിയിൽ ശക്തിയുടെ ദേവത, ഈ ശക്തിക്ക് എങ്ങനെ നമുക്ക് ഈ പ്രാണവായു എന്ന് പറയുന്നുണ്ടല്ലോ, ആ പ്രാണവായു എന്ന് പറയുന്ന ഈ പ്രാണനെ നമ്മൾ രക്ഷിക്കുന്ന ഈ വായു. അപ്പൊ അതാണ് ഉണ്ടാവേണ്ടത്. ശൂന്യം, ഒരു ഗർഭപാത്രം, അതിൽ പ്രാണന്റെ ഉത്പത്തി, ആ ശൂന്യതയിൽ ഒരു പ്രാണന്റെ ഉത്പത്തി, ആ പ്രാണന്റെ ഉത്പത്തി ആയിട്ട് എന്ത് ആവുന്നുണ്ട്? പിന്നെ അത് അതിലാണ് എല്ലാവരും എന്തുണ്ട്? ഈ ഉത്പത്തി ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് വേണം? ഒരു ശക്തി ഇവിടെ വേണം, ഒരു തേജസ് അവിടെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? ഈ ശുക്ലവും ശോണിതവും കൂടി സംയോജിച്ചിട്ട് എന്താ അവിടെ രണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിപ്പോ ഒരു സൃഷ്ടി ഒരു പൂവുണ്ട്, ആ പൂവിന് എന്തുണ്ട്? ഒരു പൂമ്പൊടി ഉണ്ട്. ഒരു പ്രാണി വേറെ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഒരു പൂമ്പൊടി എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇതിലെ സ്ത്രൈണത്തിലുള്ള പൂമ്പൊടിയിൽ ഈ തേനീച്ചോ അല്ലെങ്കിൽ പാറ്റയോ ഏതോ കൊണ്ട് വെക്കുന്നുണ്ട്. അത് എന്താക്കുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? അത് വലിക്കുന്നുണ്ട്. അതിലെന്താവുന്നുണ്ട്? ഒരു ഗർഭം സംഭവിക്കുന്നുണ്ട്, ഒരു കായ് ആവുന്നുണ്ട്. ഇപ്പൊ ചെമ്പരത്തി പോലെയുള്ള കായ് സാധാരണ എന്താവുന്നത്? അത് മരത്തിൽ തന്നെയാണ് അതിന്റെ ബീജം നിൽക്കുന്നത്. അതിന് അവിടെ അന്വേഷിക്കണം, അതിനെന്തില്ലാവുന്നില്ല. പൂവായിട്ട് പൂ പോയി പോകും, പക്ഷെ എന്താവും? അതിന്റെ ശാഖ കുത്തിയിട്ട് നട്ട അത് വീണ്ടും എന്താവുന്നതിന് മുളക്കുന്നുണ്ട് അർത്ഥം. അപ്പൊ ചിലതിന് അതില് അന്തർലീനമായിട്ട് ചിലത് നിൽക്കുന്നുണ്ട്, ചിലത് കായ് ആവുന്നുണ്ട്. ആ കായിലുള്ള ഫലത്തിന്റെ ഭാഗം, ആ ഫലത്തിന്റെ ഭാഗത്തിൽ എന്നിട്ട് നമുക്കത് അനുഭവിക്കാം. ബാക്കിയുള്ള അതിന്റെ ബീജം എന്തായി പോകുന്നുണ്ട്? അത് ഉണങ്ങിയിട്ട് എങ്ങനെയായിട്ട് കാക്ക കുത്തിയിട്ടോ അതായിട്ട് എങ്ങനെയായിട്ട് സഞ്ചരിക്കും. ആ സഞ്ചരിച്ച ഭൂമിയിൽ വീണ്ടും അത് വീണ്ടും എന്താവുന്നുണ്ട്? വീണ്ടും മുളക്കും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിഞ്ഞിട്ടും അറിയാണ്ടും മനുഷ്യ സൃഷ്ടിയായാലും പ്രാണി സൃഷ്ടിയായാലും എല്ലാവരും എന്ത് വേണം? ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? അന്തർലീനമായിട്ടൊരു ശക്തിയുടെ പ്രവർത്തനം. ആകാശാത് വായുഹു വായോഹോ അഗ്നിഹി. ഈ ഇതിൽ നിന്ന് എന്തുണ്ടാവുന്ന തേജസ്, ആ തേജസ് എന്ന് പറയുന്നത് ആ നമുക്ക് എന്തുണ്ടാവുന്നത്? ആദ്യം ഉണ്ടായിട്ടുള്ള ഇതില് നടന്നിട്ടുള്ള, അതായത് തസ്മാത് വായേ തസ്മാത് ആത്മന, പരമാത്മാവിൽ നടന്നിട്ടുള്ള ഈ ഒരു സ്പന്ദനം, ആ സ്പന്ദനത്തിൽ ഉണ്ടാവുന്നിട്ടുള്ള ആകാശത്തിന് വായു കഴിഞ്ഞിട്ട് തേജസ്സായിട്ട് വരുമ്പോഴേ നമുക്ക് എന്താ അറിയുന്നുള്ളൂ? ഓഹോ, ഇതാണ് ശക്തി, അതാണ് ബ്രഹ്മാണി. അതായത് പരബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി വരെയുള്ള, അതായത് നമ്മൾ കാണുന്ന തരത്തിലുള്ള 3 തരത്തിലുള്ള അഗ്നികള് അതിപ്പോ നമുക്ക് ശക്തിയായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ അനുഭവിച്ചിട്ട് അതിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ശക്തി ഉണ്ടാവുന്നുണ്ട്. ആ ശക്തി കൊണ്ട് നടക്കുന്നുണ്ട്
സൃഷ്ടി നടക്കുന്നുണ്ട്, ആ ശക്തി കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട് സ്ഥിതി നടക്കുന്നുണ്ട്, ആ ശക്തി കൊണ്ട് നടക്കുന്നുണ്ട് സംഹാരം നടക്കുന്നുണ്ട്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തിത്തരുന്ന ഈ ശക്തി സ്വരൂപിണി ജഗദംബിക ബ്രഹ്മാണി, അതാണ് ബ്രഹ്മണ എന്താ പറയണ്ട സ്ത്രീ അല്ലെങ്കിൽ അതായത് സൃഷ്ടികൽപ്പന ചെയ്യുന്ന ഒരു ദേവതയുടെ പത്നി എന്ന രൂപത്തില് എന്താവുന്നുണ്ട്, ബ്രഹ്മാണി എന്നുള്ള രൂപത്തില് നമുക്ക് ആരെ കാണാം? പ്രപഞ്ച സൃഷ്ടിന്റെ 1-ാം ഘട്ടം മുതല്, അതായത് സൃഷ്ടിയുടെ പരമാത്മ ചൈതന്യം ആകാശം മുതല് വായു മുതല് തേജസ് വരെ ആയില്ലേ? തേജസ് വരെ ആയി. ഇപ്പൊ നമുക്ക് തേജസ് നമുക്ക് അറിയുന്നുണ്ട്, ചൂടായിട്ടോ തണുപ്പായിട്ടോ അല്ലെങ്കിൽ നമുക്കുള്ള വികാരങ്ങളായിട്ടോ നമുക്ക് ഒരു ദേഷ്യമായിട്ടോ എങ്ങനെ പലതരത്തിൽ തേജസ് നോക്കുന്നുണ്ട്. ധാരാളം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു തരത്തിലും കിട്ടുന്നതല്ല. ഒരുത്തിന്റെ തേജസ്സിന്റെ പ്രഭാവല്ലേ, ഒരുത്തിനെ പിടിച്ചു ഇടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ആ ഇടി എന്താണ്? അത്ര സ്ട്രെങ്ത് അയാൾ ഉപയോഗിച്ചു. എനർജി E=mc² എന്നൊക്കെ ഉണ്ടാക്കിയത് ഈ തിയറി ഉണ്ടാക്കിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അത് അന്നത്തെ കാലത്ത് പരമാത്മ ചൈതന്യത്തിലെ ഈ ശക്തി സ്വരൂപിണി ഏതേത് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ പരിവർത്തനം ചെയ്യാന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല? പുതുതായിട്ട് സൃഷ്ടിക്കാനും സാധ്യമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാനും സാധ്യമല്ല. അതാണ് പുതുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനും സാധ്യമല്ല, പുതുതായിട്ട് നിങ്ങൾക്ക് എന്താവാൻ പറ്റില്ല? നശിപ്പിക്കാനും സാധ്യമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം, പരിവർത്തനാക്കാം. ഫാനാക്കാം, ലൈറ്റാക്കാം, ഇടിയാക്കാം, തൊഴിയാക്കാം, ഉപ്മാവാക്കാം, ദോശയാക്കാം, അങ്ങനെ പലതരത്തിൽ ചെയ്യാനല്ലാതെ നിങ്ങൾക്ക് അതിനൊക്കെ പ്രവൃത്തിന്റെ രൂപത്തിൽ എത്തിക്കാന്നല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാവില്ല? ഒന്നും ചെയ്യാനാവില്ല. അത്തരത്തില് ഉള്ള ഒരു ശക്തി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കൺവെർഷണൽ, അതായത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല? ആ ശക്തിനെ നിങ്ങൾക്ക് തൊടാനാവില്ല. അത്തരത്തിലുള്ള ബ്രഹ്മാണി എന്ന് പറയുന്ന രൂപത്തില് ദൈവത്തിന്റെ ശക്തി എന്താവുന്നുണ്ട്? എല്ലാം പരമാണുക്കളിലും കുടികൊള്ളുന്ന ഈ ശക്തി സ്വരൂപിണി ഏതാന്ന് പറയുന്നത്? ബ്രഹ്മാണി. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, കമലേന്ദു സൗമ്യവദന, കമല ഇന്ദു സൗമ്യവദന. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മനസ്സിൽ ധ്യാനിച്ചാൽ എന്തായി? നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? നമുക്ക് ബ്രഹ്മത്തിലേക്ക് എത്താം. ആ ബ്രഹ്മാണി എന്ന് പറയുന്ന ആ ശക്തിയിലേക്ക് നമുക്ക് എത്താം, ഇല്ലേ? വാക്ക് നമുക്ക് കിട്ടണമല്ലോ, വാക്ക് വേണ്ടേ? ഇല്ലാണ്ടാവില്ല. പ്രവൃത്തി വേണ്ടേ? പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മര്യാദക്ക് പ്രവർത്തിച്ചാൽ തന്നെ നമുക്ക് ഇപ്പൊ ജീവിക്കാനാവുന്നില്ല. പിന്നെയാണ് കണ്ണ്, മൂക്ക്, കാതും ത്വക്കും ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും മര്യാദക്ക് പ്രവർത്തിച്ചാൽ തന്നെ നമുക്ക് എന്താവുന്നില്ല? നമുക്ക് പ്രവർത്തിക്കാനാവുന്നില്ല. നമുക്ക് പ്രവർത്തിച്ചതിന് കിട്ടുന്ന പ്രതിഫലം മതിയാവുന്നത് എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളുടെ ലോകത്ത് കിടക്കുന്നില്ലേ? അപ്പോ ഇതെല്ലാം ഏത് ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്? ശക്തി ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ബ്രഹ്മാണി എന്തായി? ആ കമലേന്ദു സൗമ്യവദന, ആ കമലേന്ദു സൗമ്യവദന ആയതിനു ശേഷം, അതായത് നമ്മളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മളിലേക്ക് അത് എത്തിയല്ലോ. ആ ശക്തിയെ നമ്മൾ ഏതൊക്കെ തരത്തില് തസ്മാദ്വായേ തസ്മാത് ആത്മനഃ ആകാശ സംഭൂത, ആകാശ വായുവിൽ നിന്ന് അഗ്നിയിലെത്തി. ഇതന്നെ പുരുഷ സൂക്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇതേ ഭാഗം തന്നെ എടുത്തിട്ടുണ്ട് വേദത്തില്. മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാത് വായുരജായത ബ്രാഹ്മണോസ്യ, അതില് യത്പുരുഷം കഥിതാവ്യകൽപ്പയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരൂപാദാ ഉച്യേതേ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യകൃത ഊരൂദ്വേശ്യ പദ്ഭ്യാം ശൂദ്രോ ജായതാം ചന്ദ്രമാ മനസോ. ഈ സൃഷ്ടിക്രമൊക്കെ നാളത്തെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രമാ മനസോ ജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാത് വായുരജായത. അപ്പോ സൃഷ്ടിക്രമത്തില് പുരുഷസൂക്തത്തിൽ പറയുന്ന ഈ മുഖത്തിൽ നിന്ന്, അതായത് ബ്രഹ്മപ്രജാപതിയുടെ മുഖത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ചൈതന്യത്തിനെ നമുക്ക് സൃഷ്ടിക്ക് കണക്കാക്കിയിട്ട്, അതായത് ഓരോ സാധനം ആക്കണം. അതായത് ഇഡ്ഡലി ആക്കണം, ദോശയാക്കണം, പുട്ടുമാക്കണം, പുട്ട് കടലയാക്കണം. വേണ്ട, ഇതിൽ നോക്കാവില്ലല്ലോ. ഇത്തരത്തിൽ നമുക്ക് ഇതെല്ലാം ഈ കാര്യങ്ങൾ ഇത്ര സൂക്ഷ്മമായിട്ട് നമ്മള് നിത്യജീവിതത്തിൽ, നൈമിത്യ ജീവിതത്തിൽ, ഇതിപ്പോ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം. ഒരാൾക്ക് ചികിത്സ വേണം, വേണ്ടേ? ആ ഒരു ഔഷധത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അയാൾക്ക് പഴയ പ്രാണശക്തി വീണ്ടും എടുക്കണം, ചികിത്സയാണെങ്കിൽ. അല്ലെങ്കിൽ അതേ തരത്തിൽ നമ്മളിപ്പോ എഴുതും വായിക്കുകയും ചെയ്യുന്നത് ഇത് വേണം. ഈ തുടങ്ങിയാൽ ഇങ്ങനെ അത് മുഴുക്കണ്ടേ? ഇല്ല, അത് മുഴുക്കാണ്ട് നല്ല എഴുതിക്കൊണ്ടിരുന്നാലോ? അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് ഓരോ ചില സുഖങ്ങളുണ്ടല്ലേ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് എഴുതാൻ പറ്റാണ്ടാവും. അതിന് വേറൊരാളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു വല്ല കഥ കേട്ടില്ലേ? അപ്പോ എഴുതുവാണെങ്കിലും പഠിക്കുവാണെങ്കിലും നമ്മൾ കർമ്മത്തിൽ നിർമ്മാണ പ്രക്രിയയാണെങ്കിലും സൂചിയില് നൂല് കോർക്കുന്നതായാലും ടൈലറിംഗ് ആയാലും അല്ലെങ്കിൽ കൊപ്പര ഉണക്കുന്നതായാലും നിങ്ങൾക്ക് ഏത് പണി വേണം എടുക്കാം. അതിലൊക്കെ എന്ത് വേണം?
ഈ ജഗദംബികയുടെ ബ്രഹ്മാണി എന്ന് പറയുന്ന ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. നമ്മൾ തേജസ്സിന്റെ രൂപത്തിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ധരിക്കണം. ആ തേജസ്സിനെ നമ്മൾ ധരിച്ചെങ്കിലേ ആ തേജസ്സിനെ നമുക്ക് ധരിക്കാനുള്ള ശക്തി ആരാ തരുന്നത്? അടുത്ത സ്റ്റേജാണ് കമലേന്ദു സൗമ്യവദന. എന്നാലേ എന്താവുള്ളൂ? അഗ്നേരാപഹ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജന്റെയും തന്മാത്ര കൂടിയാല് ഒരു ജലത്തിന്റെ തന്മാത്ര ആവുന്ന അങ്ങനെയാണ് ഇപ്പൊ കണക്ക് പറയുന്നത്. അങ്ങനെ സയൻസ് പറയുന്നത്. അങ്ങനെ ഇതിന് രണ്ടിനെയും കൂടി കൂട്ടിയാൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും രണ്ടിന്റെയും ഗുണം അല്ലാത്തൊരു സാധനം അല്ലെ? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഗുണം രണ്ടും ഇല്ലാത്തൊരു സാധനം അല്ലെങ്കിൽ വിശേഷപ്പെട്ടൊരു വസ്തു അതിനെന്തുണ്ട്? ഇല്ല, ഇപ്പൊ പ്രാണവായു ശ്വസിക്കുന്ന ഓക്സിജൻ ശ്വസിക്കുന്നതിന് പകരം വെള്ളം എടുത്ത് കുടിച്ചാൽ പോരാ. അപ്പൊ എന്തായി? ഈ വെള്ളത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിലും ഓക്സിജന്റെ ഗുണമേനില്ല, വെള്ളത്തിനില്ല. ഇപ്പോ ഹൈഡ്രജന്റെ ബോംബുണ്ട്, അത് ഹൈഡ്രജന്റെ ഇതുണ്ട്, ബലൂൺ ഉണ്ട്, അത് മേലോട്ട് പോകുന്നുണ്ട് ഇല്ലേ? വെള്ളം മേലോട്ട് പോലെ താഴോട്ടേ വരുള്ളൂ, അത് മേലോട്ട് പോയില്ല. അപ്പോ അത്തരത്തില് ഉള്ള ഈ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ പലതരത്തിലുള്ള സാധനങ്ങളെ യോജിപ്പിച്ചിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവണം. എന്ത് വേണം? അതിലും അന്തർലീനായിട്ട് ശക്തി വേണം. അതിൽ വേറൊരു ശക്തി പ്രയോഗിച്ചാൽ എന്ത് വേണം? അത് രണ്ടു പേരായിട്ട് വരും വേണം. അതാണ് അഗ്നേഹേ ആപഹ. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അബ്ജഹ പൃഥിവി. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമണ്ഡലം നമുക്ക് എന്ത് വേണം ചെയ്യാം? പൈലിംഗ് അടിക്കാം, ഇടിക്കാം, കുനിക്കാം, കളക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അതാ ക്ഷമയാ പൃഥിവീ സമഹ അല്ലെ? ക്ഷമയില് ആരാ ഉദാഹരണം പറയുന്നത്? ഭൂമിയോളം ക്ഷമ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഭൂമി ദേവി എന്ന് പറയുന്ന ദേവി അതാരാണ്? അതും എന്താണ്? കമലേന്ദു സൗമ്യവദന മാഹേശ്വരി. മഹേശ്വരന്റെ പത്നി. നേരത്തെ ആരെ പത്നി ഉണ്ടായിരുന്നത്? ബ്രഹ്മാവിന്റെ പത്നി ബ്രഹ്മാണി. നമുക്കെത്തും എന്തായി? കമലേന്ദു സൗമ്യവദന. നമുക്കെത്തും എന്തേ ഉള്ളൂ? ആ മൂകാംബികാദേവിയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രാജരാജേശ്വരോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചോറ്റാനിക്കരമ്മയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ദേവീ സ്വരൂപങ്ങൾ അന്നപൂർണേശ്വരായിട്ട് എങ്ങനെ വേണം കാണാം. ബ്രഹ്മാണി സൃഷ്ടിക്രമത്തില് കമലേന്ദു സൗമ്യവദന, കമലം, താമര, ചന്ദ്രൻ ഇത്രയധികം ഭംഗിയോട് കൂടിയിട്ടുള്ള അല്ലേ? താരാകാന്തി തിരസ്കാരി ദാസാഭരണ ഭാസുര. നക്ഷത്രത്തിന്റെ ഭംഗീനെ വെല്ലുന്ന മൂക്കുത്തിയോട് കൂടിയിട്ടുള്ള കദംബ പഞ്ചരീകളത്തെ കർണപൂര മനോഹര താടങ്കയുകളീഭൂത തപനോടുമണ്ഡല പത്മരാഗശില. പത്മരാഗത്തിന്റെ കല്ല്, പത്മരാഗശില ആദർശം. അത് കണ്ണാൽ കപോലം, അത്ര നല്ല കപോലഭൂ നവവിദ്രുവ ബിംബശ്രീ നെക്കാൽ രതലച്ഛത. പല്ലിന്റെ വരികളെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പോ അത്തരത്തില് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിട്ടുള്ള ആ ജഗദംബികയുടെ സ്വരൂപം എന്ന് പറയുന്നത് നമുക്ക് ചിഗുരഭാരം മുതല് മുഖം മുതല് ആപാദചൂടമുള്ള വർണ്ണനകള് എന്ന് പറയുന്നത് എന്താണ്? അത്രയധികം കമലേന്ദു സൗമ്യവദന പദം വളരെ ചുരുങ്ങിയതാണ്. അത് പോരാ. ഈ ലളിതാ സഹസ്രനാമത്തിൽ ആദ്യ ഭാഗം മുഴുവൻ എന്ത് ചെയ്യണം? നമ്മൾ താരാകാന്തി തിരസ്കാരി ദാസാഭരണ ഭാസുര കദംബ മഞ്ജരീകളത്തെ കർണപൂര മനോഹര താടങ്കൈകുളീഭൂത തപനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബശ്രീ നെക്കാരതനച്ഛത ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോർജ്വല കർപ്പൂര പീഡികാമോദ സമാകർഷി ദിഗന്ധര നിജ സല്ലാപ മാധുര്യ വിനിർഭർസിത കച്ഛതി മന്ദസ്മിത പ്രഭാപൂര മധ്യ കാമേശ മാനസ അനാഗരിത സാദൃശ ചുമുഖം. നമ്മുടെ അധരമോഷ്ടം മുതലായ ഭാഗങ്ങളാണ്. സാദൃശ്യ ചുമുഖ ശ്രീവിരാജിത കാമേശ ബദ്ധമാങ്കളില് സൂത്രശോഭിത കന്ധര. ആ കഴുത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോ ഓരോ ദിക്കിലുള്ള ആ ഓരോ അംഗപ്രത്യംഗങ്ങൾ നോക്കിയാൽ തന്നെ എന്താണ്? കമലേന്ദു സൗമ്യവദന. അത് നമുക്ക് മാത്രം പ്രാപ്തമായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രം ധ്യാനത്തിന് യോഗ്യമായിട്ടുള്ളതാണ്. അത് മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെന്ന് കിട്ടുന്നില്ല. ആ ഒരു ആനന്ദമോ അല്ലെങ്കിൽ ആ തരത്തില് ജഗദംബികേനെ കാണാനുള്ള അവർക്ക് എന്തേ ഉള്ളൂ? ഏടെങ്കിലും ജഗദംബികയുടെ ശക്തി കൊണ്ടൊരു മഴ പെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന പുല്ല് തിന്നിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കായ തിന്നിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് തിന്നിട്ടോ വേണം അവർക്ക് ജീവിക്കാൻ. നമുക്കത് വേണ്ട. നമുക്ക് ഈ പുല്ലും കിഴങ്ങും കായും കൂടി യോജിപ്പിച്ച് പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ട് പലതായി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ അനുഭവിക്കാൻ ജഗദംബികേനെ കമലേന്ദു സൗമ്യവദന. അപ്പോ സൃഷ്ടിക്രമത്തില് ബ്രഹ്മാണിയായിട്ടും കമലേന്ദു സൗമ്യവദന മാഹേശ്വരി. നമ്മൾ ഈ പൃഥ്വിയില് മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ മഹി എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയാണ്. മഹത്തായിട്ട് ഈശ്വരൻ. അതായത് വലിയ ഭൂമി മഹത് തന്നെയാണ്. അതാണ് മഹതി എന്നൊക്കെ പേര് വന്നിട്ടില്ല. മഹി ഭൂമിയുടെ പര്യായത്തിന്റെ പദമാണ്. അപ്പോ ഈ മഹത്തിന്റെ അതായത് ഇത്രയധികം ഈ നിലക്കുന്ന ബ്രഹ്മാണ്ടത്തിലെ മുഴുവൻ പ്രവൃത്തി കാര്യങ്ങള് പ്രക്രിയ ചെയ്യുന്നത് എന്താണ്? ഭൂമിയെ സംഹരിച്ചിട്ട് ഭൂമിയിൽ എന്താണ് ഉഴുത് മറച്ച് കൃഷിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിനടിച്ചിട്ട് പാത്രമാക്കുന്നത്, ലോഹത്തിനടിച്ച് പാത്രമാക്കുന്നത്, സ്വർണത്തിനടിച്ച് ആഭരണമാക്കുന്നത്,
ഇല്ല, അത്തരത്തില് ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈനിലേക്ക് നമ്മൾ പോകുന്നത്. അതൊക്കെ എന്താ, അത് മഹേശ്വരന്റെ പ്രവൃത്തി കൊണ്ടാ എന്താവുന്ന, ഇത് ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോകുന്നത്. അതില് ഉള്ള ചൈതന്യം അതൊരാൾ കണ്ടുപിടിച്ചതാന്നൊക്കെ എല്ലാം ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അടുത്തേക്ക് പോണ്ടേ, അവിടെയാണ് നമ്മൾ ആരെ വിശ്വസിക്കുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നത്, മഹേശ്വരനെ വിശ്വസിക്കുന്നത്. അപ്പോ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ആരെ ചൈതന്യമുണ്ട്, അതിൽ മഹേശ്വരന്റെ പ്രവൃത്തി ഇല്ലാതെയായിരിക്കാം ആ പണി തീർച്ചയായും നടക്കൂല. സോ ഐ ബിലീവ് ഇൻ ദി ഗോഡ്. അപ്പൊ എന്താണ്, ഞാൻ ഈ മാഹേശ്വരി ലീലയാ അല്ലെ, അതില് നമ്മുടെ അവസ്ഥ കൗമാരി, ആ ദേവതേനാ പറയുന്നത് കൗമാരി, കുമാരിയായിട്ട്. കുമാരി എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള അവസ്ഥ, അതാണ് കുമാരാവസ്ഥ എന്ന് പറയുന്നത്. 24 മണിക്കൂർ എന്താണ്, അലർട്ടാണ്. എല്ലാ കുമാരന്മാരെ കഥയല്ല പറയുന്നത്, എന്നാലും പൊതുവെ കുമാരന്മാരെ യങ്സ്റ്റേഴ്സ് വളരെ എനർജറ്റിക് ആന്ന് പറയുന്നില്ലേ. അപ്പോ ഈ കുമാരാവസ്ഥ എന്ന് പറയുന്നത് എപ്പാ, ലീലയ, മാഹേശ്വരി ലീലയ കൗമാരി. കൗമാരി എന്ന് പറയുന്നത് ഈ കുമാരാവസ്ഥയില് എപ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാന്ന്, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ദേവീഭാഗവത്തിൽ പറയുന്ന 3 അവസ്ഥകളാണ്: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സാധാരണ എണീച്ചിട്ട് നടക്കുന്ന ഈ ഇതെല്ലാം ചെയ്യുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥ എന്ന് പറയും. സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് മയങ്ങി അല്ലെങ്കിൽ നമ്മൾ ഏകദേശം റെസ്റ്റ് എടുത്തു, അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട്, അതാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. മറ്റേ സ്വപ്നദുര ഉറക്കിന് പര്യായമായിട്ടാണ് വൈദ്യത്തിലൊക്കെ പറയും സ്വപ്നാവസ്ഥ. അതുപോലെ തന്നെ സുഷുപ്തി അവസ്ഥ, നമ്മൾ അങ്ങനെ എന്തായി ഡീപ് സ്ലീപ്പ്, നമ്മളെന്തായി നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല എന്തായി ഭക്ഷണം കഴിച്ച് നീളത്ത് കിടന്ന് ഉറങ്ങി, കാല് നീട്ടിയിട്ട് ആ ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുമ്പം നമുക്ക് മുമ്പത്തെ ഓർമ്മ വരുന്നില്ലേ, പ്രാഗസ്വാപ്സ്മൃതി പ്രബോധ സമയം എപ്പോഴത്തെ ബിറ്റായത്. ആ ഓർമ്മ വരുന്നത് ആരാ, ഈ മഹേശ്വരൻ ഓർമ്മ വരുത്തുന്നത്. ഇല്ലെങ്കിലോ നമുക്ക് ഓർമ്മ ഉണ്ടാവുക, അങ്ങനെ ആ ഒരു ഉറക്കത്തോട് നമ്മളുടെ മർദ്ദനം ജീവിക്കാനാവും, നാട്ടില് ചിന്തിക്കാൻ കൂടി ആവില്ല. ഈ ഉറങ്ങുന്നതിന് മുമ്പേ ഓർമ്മിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം രാവിലെ റിക്കവർ ആവില്ല വിചാരിക്കാം. ഇങ്ങനെ ലോകം വന്നാൽ അല്ലെങ്കിൽ ഇതിനെന്തുപോലെ പുസ്തകം ഇതൊക്കെ വേണമെന്ന് ചിന്തിക്കാനാവില്ല. ഇതൊക്കെ മെമ്മറിയിലുള്ള അതുപോലെ നമുക്ക് എന്താവുന്നുണ്ട്, വീണ്ടും റിക്കവർ ആവുന്നുണ്ട്. സുഷുപ്തി അവസ്ഥ, ഈ 3 അവസ്ഥകളിലും എന്തുണ്ട്, അത് ആ ചൈതന്യത്തിന് എന്ത് വരുന്നില്ല, ബാലാവസ്ഥ പോകുന്നില്ല. എനിക്ക് വയസ്സിത്രയായെങ്കിലും എന്റെ മാനസികമായിട്ട് നമ്മൾ എന്താണ്, എല്ലാവരും ബാലന്മാരെന്നെയാണ് അല്ലെ. ചില അവസ്ഥയിൽ നമ്മൾ എന്താണ്, കുട്ടികൾ തന്നെയാണ്, അല്ലാതെ നമുക്ക് നിഷേധിക്കാൻ പറ്റുക. നമുക്ക് നമ്മളതായിട്ട് ചില ചില കുട്ടിത്തരങ്ങള് അറിയാണ്ട് വരുന്നുണ്ട്. ഈ പറയുന്ന മെച്ചൂരിറ്റി ഒക്കെ പുസ്തകത്തിലും അഭിനയത്തിലും മാത്രമേ ഉള്ളൂ. അന്തരത്തിൽ അല്ലെ, അന്തരത്തിൽ ആ കൗമാരിയായിട്ടുള്ള ദേവത നമ്മുടെ കയ്യിൽ നിന്നുണ്ട്, എപ്പോഴും ഉണ്ട്. ആ എന്താ പറയണ്ടേ, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം എന്താണ്, പച്ചയായിട്ട് എന്താ പറയുന്നത്, ഹരിതാഭമായിട്ടും യങ്ങായിട്ടും എന്ത് ചെയ്യുന്നതിന് നമ്മൾ അല്ലെ നമ്മൾ അങ്ങനെ ജീവിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്തായിപ്പോ ഇത് വന്നു, വാർദ്ധക്യാവസ്ഥ വന്നു. അപ്പോ നമുക്ക് എപ്പോഴും തോന്നിക്കൂടാ കൗമാരി ആയിരിക്കണം, അതന്നെയാണ് എന്റെ നിയമം. ഇനി കൗമാരല്ലാത്തവര് ഉള്ള വൃദ്ധന്മാരുടെ അവരെന്ത് വേണം, ഈ കുമാരാവസ്ഥയിലേക്ക് മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കൗമാരി ഉപാസന ചെയ്യണം. എന്തായി, ആ കുമാരാവസ്ഥ നമുക്ക് കിട്ടും. എപ്പോഴും എനർജറ്റിക് ആയിട്ട് രാവിലെ ആയാലും രാത്രി ആയാലും എന്ത് വേണം, അങ്ങനെ നമുക്ക് എന്തായിക്കൂടാ, അയ്യോ കഴിയുന്നില്ല തോന്നിക്കൂടാ. ആ തോന്നാണ്ടിരിക്കുന്ന അവസ്ഥ, അതായത് നമ്മളെ കുമാരാവസ്ഥയിൽ നമുക്ക് തോന്നിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ല, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, ആവില്ലാന്നല്ല വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത്തരത്തില് ആവില്ല എന്നുള്ള അവസ്ഥ എന്നെ കൊണ്ട് അത് വരാൻ പാടില്ല. അങ്ങനെയാന്ന് പറയുന്നത്. ബ്രഹ്മാണി സൃഷ്ടി കമലേന്ദു സൗമ്യവദന, നമ്മൾ കാണുന്ന അവസ്ഥ. മാഹേശ്വരി, അധ്വാനിക്കാൻ നമുക്കുള്ള ഫീൽഡ്. കൗമാരി, നമ്മുടെ മാനസികാവസ്ഥ. കുമാരാവസ്ഥയിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമ്മൾ എന്തായിരിക്കണം, എനി ടൈം റെഡി ടു വർക്ക്. ആ ശക്തി എന്നുണ്ട്. ആ ശക്തി നമുക്ക് ആരാ തരുന്നത്? ആ ശക്തി തരുന്നത് ജഗദംബികയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തുവിടാം, നമ്മൾക്കുള്ള അവസരങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം എന്ന് ആരാ പറഞ്ഞു തരുന്നത്? ദേവി ഭാഗവത നമുക്ക് പറഞ്ഞു തരുന്നത്. വൈശാഖ മാസത്തിൽ പറയേണ്ട, എല്ലാ കാലത്തും അറിയേണ്ടതാ. അപ്പോ അത്തരത്തില് നമ്മൾ എപ്പോഴും എന്തുണ്ട്, ആ ശക്തി നമ്മളെ കയ്യിൽ ഏത് രൂപത്തിലുണ്ട്? കൗമാരിയും. ആ കൗമാരിക്ക് എന്ത് ഗുണമുണ്ട്? ത്രിപുദർപ്പനാശനകരി. സപ്തമാതൃക്കളെ കുറിച്ചാണ് പറയുന്നത് ഇതിലൊക്കെ, ഈ ഭാഗങ്ങളിലൊക്കെ വരുന്നത്. അതായത് ജഗദംബികയുടെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് ഉള്ള ശക്തി, ആ ശക്തി വിശേഷം. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഭൂഗോള വർണ്ണന, ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ ഏത് ലോകത്താ ജീവിക്കുന്നത്, മനുവിന്റെ കാര്യം, അതിപ്പോ നാളേക്ക് ബാക്കി. അപ്പോ അത്തരത്തിൽ നമ്മൾ എന്താക്കി, ഈ രിപു ദർപ്പം 2 കാര്യങ്ങളാണ്. ഈ കുമാരാവസ്ഥയില് എന്തുണ്ട്, നമുക്ക് കുറെ ഇമ്മച്വർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരും. അതായത് മാനസികമായിട്ട് നമ്മളെന്താ കള്ളപ്പരാതെ സദാ ഇത് പറഞ്ഞില്ല. അത് എന്തായിക്കൂടാ, ഈ ആ തസ്കര സ്വഭാവം അല്ലെങ്കിൽ ആ ദേഷ്യ സ്വഭാവം, അസുര സ്വഭാവം എന്തായിക്കൂടാ, മേലോട്ട് വന്നുകൂടാ. അതാണ് രിപു ദർപ്പനാശനകരി. ഇല്ലേ, അത്തരത്തില് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി
അത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എല്ലാം പ്രവൃത്തി പഥത്തിലേക്ക് എത്തിപ്പോയി എന്ന് വിചാരിക്കാം. ചിന്തിക്കാനാവില്ല. നമ്മൾ വിചാരിക്കുന്നില്ലേ, നിന്നിപ്പോ അടിച്ച് തകർക്കുന്നൊക്കെ പറയുന്നില്ലേ ദേഷ്യത്തിന്, ഇല്ലേ? അടുത്തിനെ ഇപ്പൊ ഞാൻ കുത്തിപ്പോലാക്കുന്നൊക്കെ ദേഷ്യത്തിന് പറയും. പക്ഷെ ഒരു വസ്തു എടുത്ത് തന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അടിച്ച് നിന്റെ പല്ല് കൊഴിക്കുന്നു പറയും. ശരി, നീ അടിച്ച് പല്ല് കൊഴിച്ചതാ, പിടിച്ചോ, ഒരു കത്തി എടുത്തരാം, അടിക്ക് പറഞ്ഞാൽ അത് ചെയ്യൂല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ പറയുന്നത് എൻ മനസാധ്യായതി തദ് വാചാവദതി തദ് കർമ്മണാകരോതി എന്ന് വേദവചനങ്ങൾ ഉണ്ടെങ്കിലും, ഇല്ലേ, മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന നമ്മളെന്ത് പറയുന്നത്, വാക്കുകൊണ്ട് പറയുന്നത്. അത് ഏതോ ഒരു ഇൻസ്റ്റൻസിലാണ് മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് പറയുന്നത്, വാക്കുകൊണ്ട് വരുന്നത്. അതാണ് നമ്മൾ ഇന്ന് പ്രവൃത്തിയിൽ ഉണ്ടാക്കുന്നത്, അല്ലെ? ആ മനസ്സിലുള്ള വസ്തുവിനെ എങ്ങനെയെങ്കിലും, അതിലെ സൈക്കോളജിസ്റ്റ്, ഈ ഹിപ്നോട്ടിസ്റ്റ്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. മനസ്സിലുള്ള സകല വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ലേ ഒരാളെ ചോദ്യം ചോദിച്ചിട്ട് ഇന്റലിജൻസ് ഈ ആഫീസർമാരുടെ ചെയ്യുന്നില്ലേ? ഇത് തന്നെ പറയുന്നത് മനസാധ്യായതി. അവന്റെ മനസ്സിലെന്താ ഉള്ളത് പിടിക്കാൻ പുറത്തേക്ക്. അത് പിടിക്കാൻ സാധാരണക്കാരിക്ക് നമ്മളെ പോലെ മഞ്ചലിൽ വീഴും. നമ്മളെ പിടിക്കാൻ ഒരു പണിയില്ല, ഇഷ്ടം പോലെ പിടിക്കാം. 2 ചോദ്യം ചോദിച്ചാൽ മൂന്നാമത് നമ്മൾ തത്ത പറയുന്ന ഒരു ഉത്തരം പറയും. അപ്പോ അത്തരത്തില് മനസാധ്യായതി, വാചാ വദതി, കർമ്മണാ കരോതി, 3 എണ്ണാണ്. അതില് നമ്മൾ മനസ്സിൽ എന്തൊക്കെയോ ദുഷ്ടതകള്, എന്തൊക്കെയോ തരത്തിലുള്ള നാശപ്രവൃത്തികളെ കുറിച്ചിട്ട്, എന്തൊക്കെയോ തരത്തിലുള്ള പലതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാല് ഈ മനസ്സിൽ നടക്കുന്ന വ്യാപാരങ്ങൾ മുഴുവൻ കാണാനുള്ള ഒരു യന്ത്രം കണ്ടുപിടിക്കാത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെട്ടു നടത്താം. അത് പിടിച്ചെങ്കിൽ നമ്മളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. പലരും ജയിലിൽ കിടക്കേണ്ടി വരും, ഉറപ്പാ. അപ്പോ അത്തരത്തില് ഈ മനസ്സിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് എന്തില്ല, ഇത് കണ്ടുപിടിക്കാൻ യന്ത്ര, കമ്പ്യൂട്ടറോ എയോ ഇതുവരെ വന്നില്ല. വരാത്തിടത്തോളം നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളൊന്ന് ജീവിച്ചിരിക്കുക, വരാതിരിക്കട്ടെ. വന്നാൽ നമ്മളും പെടും. അപ്പോ അത്തരത്തില് മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളാണ് രിപുക്കൾ എന്ന് പറയുന്നത്. അതാണ് ശത്രുക്കൾ. ആ ശത്രുക്കളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? മനസ്സിൽ നിന്ന് അഹങ്കാരം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവും. ഈ രിപു, ദർപ്പം, 2 കാര്യങ്ങൾ. അപ്പോ ശത്രുത്വവും ദർപ്പത്വവും, ദർപ്പത്തിനുള്ള അഹങ്കാരം, ഈ 2 വസ്തുക്കൾ എന്ത് ചെയ്യണം? നാശനകരി. അത്തരത്തിൽ വരുന്ന വിചാര വികാരങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് അമർത്താൻ ആര് വിചാരിച്ചാൽ കഴിയും? ഈ ശക്തി സ്വരൂപിണിക്കേ കഴിയുള്ളൂ. വേറൊരു ദേവതക്ക് എന്ത് ചെയ്യാനാവില്ല, കഴിയില്ല. ആ ഏത് ശക്തിയാണോ നമുക്ക് ആദ്യം മുതലേ സൃഷ്ടിക്കും, അതുപോലെ നമ്മളെ പ്രവൃത്തിക്കും, അതുപോലെ തന്നെ നമ്മളെ ജാഗ്രത സ്വപ്ന സുഷുപ്ത അവസ്ഥയിൽ നിലനിർത്തുന്നത് ഈ ശക്തിക്ക് മാത്രം എന്ത് ചെയ്യാനാവുള്ളൂ? നമ്മളിലുള്ള ശത്രുക്കളെയും അതുപോലെ തന്നെ നമ്മളിലുള്ള അഹങ്കാരത്തിനെയും കളയാൻ ഈ വസ്തുക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. വേറെ ആർക്ക്? ഈ ദേവതക്ക് മാത്രമേ കഴിയുള്ളൂ. വേറൊരു ദേവതക്ക് ആവും തോന്നില്ല. എന്തുകൊണ്ട്? ഈ ജഗദംബികനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിൽ നിന്നുണ്ടാവുന്ന ദുഷ്ടതകളെ നശിപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ? ജഗദംബികക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ രിപുവിനെയും ദർപ്പത്തിനെയും നശിപ്പിച്ചിട്ട് ശരി, നമുക്കിപ്പോ എന്തായി? ജഗദംബിക ആ തരത്തിലൊരു വരപ്രസാദം തന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അയ്യോ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ പ്രായശ്ചിത്തം. രാവിലെ എണീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മനസാ വാചാ കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ട രാത്രിസ്തു അവലംബതു യത്കിഞ്ച ദുരിതമയി ഇതവഹമാവു ഹൃദയോനു സൂര്യ ജ്യോതിഷി ജുഹോമി സ്വാഹ, അല്ലേ? എന്താണ്? യദ്രാത്രിയാ കുരുതേ പാപം. നമ്മൾ രാത്രിയിൽ മാനസികമായിട്ടോ വാചികമായിട്ടോ നമ്മളെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടെന്നുണ്ട്, യദ്രാത്രിയാ കുരുതേ പാപം തദ്രാത്രിയാ പ്രതിമുച്യതേ. ആ രാത്രി നമ്മൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസത്തെ പകലിലെന്തായി? നമ്മൾ രാവിലെ ആകുമ്പോൾ കളഞ്ഞു. അതുപോലെ തന്നെ പകലിൽ ചെയ്ത കാര്യം യതെന്നാ കുരുതേ പാപം, പകലിൽ ചെയ്തിട്ടുള്ള പാപം എന്ത് ചെയ്തു? തതെന്നാ പ്രതിമുച്യതേ. ആ പകലിൽ തന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്തു? സന്ധ്യക്ക് അഗ്നിശ്വാവൻ നിശ്വൻ അതും കഴിച്ചു. അങ്ങനെ 2 കാലങ്ങളില് ചെയ്തിട്ട് ഇപ്പോഴോ മധ്യാഹ്നത്തില് അതുവരെ വല്ലതും പ്രശ്നം വന്നെങ്കിൽ, ഇല്ലേ, ഇത് ഉച്ഛിഷ്ടം അഭോഗ്യം, അല്ലെ? ഉച്ചക്ക് വല്ല ഉള്ളിയോ ഉരുളക്കിഴങ്ങോ അല്ലെ ഗതികെട്ടതോ വല്ലതും തിന്നു പോയ കയ്യിലും എന്തായി? ഇത് ഉച്ഛിഷ്ടം അഭോഗ്യം യദ്വാ ദുശ്ചരിതമ്മ. നമുക്ക് എന്തെങ്കിലും ദുശ്ചരിതങ്ങൾ വല്ലതും. അപ്പൊ എന്തായി? രാവിലെയും ഉച്ചക്കും 3 നേരം ത്രികാല സന്ധ്യാവന്ദനത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അതാണ് നമ്മളെ ജാതിയിൽ എന്തില്ല, ക്രിമിനൽ കുറ്റവാളികളില്ല. കാരണം എന്താ? അത്തരത്തിലൊരു പരമ്പര നമ്മുടെ ഉള്ളത്. അതുകൊണ്ടാണ്, വേറെ കാരണം ഒന്നും പറയാനില്ല. അത്തരത്തിലൊരു പരമ്പര ഉള്ളിടത്തോളം നമുക്ക് എന്തില്ല, നമുക്ക് കുറ്റമില്ല, കുറ്റവാസനയില്ല. എന്തുകൊണ്ട്? ഈ 2 കാര്യം, ഈ 3 കാര്യങ്ങള്, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, 3 സന്ധ്യകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രിപുദർപ്പനാശനം ചെയ്യുന്നുണ്ട് അർത്ഥം. ഈ ജഗദംബികേനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രിപുവിനെയും നമ്മുടെ ശത്രുക്കളെയും നമ്മുടെ അഹങ്കാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തന്നെ
സംസ്കരിച്ച് പെട്ടിയിലാക്കി മുക്കി പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നില്ല. അപ്പൊ എന്തായി? നമ്മൾ അക്കാലത്ത് ശുദ്ധമായി. അത് കൂടി വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇത്തരത്തിലുള്ള പാപബുദ്ധികളൊക്കെ വരുന്നത്. അതാ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് വേണം? അതാത് കാലത്ത് എന്ത് ചെയ്യണം? എല്ലാം ഫൈസൽ എല്ലാം സമർപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടെങ്കിൽ ഇത് കൂടിയിരുത്താവും. അത് നമ്മുടെ വംശത്തിലേക്ക് എത്തും. അങ്ങനെ വംശത്തിലേക്ക് അവരിലെത്താവും ഈ ക്രിമിനൽ പുള്ളികളായിട്ട് വാർത്തർത്ഥം ഓർന്നില്ല. അതായത് അച്ഛന്മാര് കാണാണ്ട് ചെയ്യുന്ന കാര്യം മക്കളെ കണ്ടിട്ട് ചെയ്യുന്നത്. അതായത് മലയാളം. അച്ഛന്മാര് കാണാണ്ട് രഹസ്യമായി ചെയ്യുന്നതൊക്കെ മക്കളെന്തായും പബ്ലിക്കായിട്ട് ചെയ്യും. അത്ര വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയാ കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി. അടുത്തെന്താ? രിപുവും ദർപ്പത്തെ നശിപ്പിക്കുന്ന ഈ ശക്തി. ഏത് ശക്തി? ഈ സൃഷ്ടിക്രമത്തിന് അത് നമ്മളിൽ അന്തർലീനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും നമ്മളാക്കി നിലനിർത്തുന്നതുമായിട്ടുള്ള ശക്തി സ്വരൂപിണി. ആ ശക്തി സ്വരൂപിണി എന്താ? ചക്രായുധ. അവിടെയാണ് ചക്രായുധം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എപ്പോഴും ഒരു വാണിംഗ് തരുന്നുണ്ട്. ഒരു വാണിംഗ് നിങ്ങൾക്ക് എപ്പോഴും തരുന്നുണ്ട് അല്ലേ? ഈ ആയുധം കയ്യിലുണ്ട്. അത് പ്രയോഗിക്കാത്തടത്തോളം കാലം ഭാഗ്യവാന്മാര്. അത് പ്രയോഗിക്കാത്തടത്തോളം കാലം എന്താണ്? നമ്മളൊക്കെ ഭാഗ്യവാന്മാർ. അത് പ്രയോഗിക്കേണ്ടി വന്നാൽ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നത്? ഖണ്ഡപ്രളയം, മഹാപ്രളയം, അഗ്നിഭയം, പ്രചണ്ഡവാദം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ഇത്തരത്തിൽ ഈ ചക്രായുധയായിട്ടുള്ള ഈ ഒരു ദേവത ചക്രായുധ ആരാത്? വൈഷ്ണവി. അത് എവിടെ വരുന്നുള്ളൂ? ഈ സ്ഥിതികളിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഏത്? അതാണ് ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയാ കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി പാരാഹി ഘനഘോര കർക്കരമുഖി ദംശ്രീ വജ്രായുധ. ദംശ്രീ വജ്രായുധ ചാമുണ്ട. ഇത്രയും ദേവതകളാണുള്ള. അപ്പോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ചക്രായുധ വൈഷ്ണവി. ഈ ചക്രം, അതായത് ഈ ധർമ്മചക്രം അല്ലെങ്കിൽ ഈ സംഹാരത്തിനുള്ള ഈ ചക്രം, ഈ ശക്തിയുടെ ദുരുപയോഗം കൊണ്ട് അത് വൈയക്തികമായിട്ട് വന്നാലും എന്തുവരും? പ്രശ്നങ്ങൾ വരും. സാമൂഹികമായിട്ട് വന്നാലും പ്രശ്നം വരും. ദേശികമായിട്ട് പ്രശ്നം വന്നാലും പ്രശ്നം വരും. രാഷ്ട്രം കൊണ്ടുവന്നാലും പ്രശ്നം വരും. ഒന്നില്ല, ഇപ്പോ ഇസ്രായേല് അങ്ങനെ മറ്റേ ഒരു ദിക്കില് ഏതോ ഒരാളെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ രാജ്യം മുഴുവൻ എന്തായി? കത്തിപ്പോയി. ആടായി. ഇവര് തമ്മിലുള്ള യുദ്ധം, ഗൾഫിൽ തമ്മിലുള്ള യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഭാരത്ത് നമുക്ക് യുദ്ധങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു കാലത്ത് നാട്ടുരാജ്യക്കന്മാരുടെ തമ്മിലുള്ള യുദ്ധങ്ങള്. അപ്പോ ഒരു മനുഷ്യന്റെ, അതായത് ഈ ശക്തി സ്വരൂപിണി എന്നെ ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു ഇതിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അത്തരത്തിൽ എന്ത് വരുന്നുണ്ട്? പ്രശ്നങ്ങൾ ധാരാളം വരുന്നുണ്ട്. ആ സമയത്താണ് എന്ത് വരുന്നത്? ഈ സ്ഥിതിയില് നമുക്ക് വരുന്ന ഈ രാഗദ്വേഷാദികളെല്ലാം ഏത് രൂപത്തിൽ വരാം? ഈ ചക്രായുധത്തിനെ പ്രയോഗിക്കേണ്ടി വരാം. ഈ ചക്രായുധം പ്രയോഗിക്കാണ്ടിരിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കേണ്ട ധർമ്മം ആരെടുത്താ? ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമ്മള് ഈ ഇപ്പൊ എന്താ പറയണ്ടേ, ഈ ലോകാലോക യുവാചല, ഈ ലോകാചല അചലങ്ങളായിട്ട് കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരും. അപ്പോ അത്തരത്തില് ഈ ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ടിട്ട് ആ ചക്രായുധം പ്രയോഗിക്കാത്ത രീതിയിൽ എന്ത് വേണം? അപ്പപ്പോ സെറ്റ് ചെയ്തിരിക്കാൻ അർത്ഥം. അപ്പോ വൈഷ്ണവിയും അതുപോലെ തന്നെ അങ്ങനെ വന്നാൽ വിഷ്ണു വ്യാപനശീല എല്ലാ ദിക്കിലും ഉണ്ട്. വിഷ്ണുവിന്റെ കയ്യിൽ ചക്രായുധമുണ്ട്. വൈഷ്ണവിയായിരിക്കുന്ന ഈ ദേവതയുടെ കയ്യിൽ എന്തുണ്ട്? ചക്രായുധമുണ്ട്. ആ ചക്രായുധം എന്താണ് വെച്ചാൽ നമ്മുടെ സ്ഥിതി സങ്കല്പം, അതായത് മഹാവിഷ്ണു എന്നുള്ള സ്ഥിതി സങ്കല്പം ശാക്തേയത്തിലേക്ക് വരുമ്പോ എങ്ങനെയാ വരുന്നത്? വൈഷ്ണവി തന്നെ സങ്കല്പം. ഇത് വിഷ്ണു സംബന്ധി, വൈഷ്ണവി, അത്രേ വ്യത്യാസമുള്ളൂ. അതിൽ വന്നിട്ടുണ്ട് ഈ ശംഖും ചക്രവും ഗദാപൽപ്പം. അതിൽ നമുക്ക് ആ ദേവതകൾ നോക്കാം. ഇപ്പോ വിഷ്ണു ഒറ്റ തലയിൽ 4 കൈ. അപ്പൊ സ്ഥിതിക്ക് എത്ര വേണം? 4 കൈ വേണം. ഇല്ലാണ്ട് ശംഖം ചക്രം ഗതയും പൽപ്പം എല്ലാം ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? ഈ ആവുള്ളൂ. മറ്റേതാണ്? ഒരു ശൂലവും അത്രേ ഉള്ളൂ. 5 മുഖം വേണം. വേണ്ടേ? ഇത് ഈ ലോകം മുഴുവൻ കണ്ടു നേരാക്കണമെങ്കിൽ 5 മുഖം വേണം. ഒരു ഇതും വേണം. എന്ത് വേണ്ടത്? ഒരു ശൂലവും വേണം. അത്രയധികം വേണ്ട. അപ്പൊ ആയുധങ്ങളിൽ തന്നെ എന്തിന്റെ? ദേവതകളുടെ ആയുധം തന്നെ ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ലോകത്ത് നടക്കേണ്ട പ്രവൃത്തി, ഈ ലോകത്തെ രക്ഷിക്കാൻ അത്രയുണ്ട്. ഇതെല്ലാം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് രക്ഷിക്കാം. ആ രക്ഷിക്കേണ്ട ആയുധം എന്തായിക്കൂടാ?
ദണ്ഡം യഥാധാരയിതും സമർത്ഥ. എനിക്ക് തന്നിട്ട് അധികാരം ദൈവാധീനം കൊണ്ട് അത് വേറൊരുത്തനെ ശത്രുവാക്കാൻ ആവാത്തെടുത്തോളം നിങ്ങൾ ഭാഗ്യവാന്മാര്. അത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു അധികാരം തന്നു, ഒരു ദണ്ഡം തന്നു. അതായത് ഇത്ര ആളെ തോൽപ്പിക്കാം, ഇത്ര ആളെ ജയിപ്പിക്കാം, ഇത്ര നല്ല ജഡ്ജ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര ആളെ നിങ്ങൾക്ക് സ്ഥലം നേരായി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആളെ പഠിപ്പിക്കാൻ ഓരോ കർമ്മ നിയോഗത്തിൽ കർമ്മം ഉണ്ടല്ലോ. അതിനെന്ത് ചെയ്യാൻ നമുക്ക് പല അഴിമതികളും ചെയ്യാം. ആ ചെയ്യാണ്ടിരിക്കാൻ അപ്പൊ നമുക്ക് കിട്ടിയൊരു ദണ്ഡാണ്. മുമ്പ് രാജാവിനാച്ചാൽ നമുക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് മനുഷ്യന്മാരെ കർമ്മത്തിൽ ഒരു അധികാരം നമുക്ക് തരുന്നത്. ആ അധികാരം ദുർവിനിയോഗം ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്താൽ, അല്ലെങ്കിൽ എന്തായി നമ്മളെന്തായി അത് ദുഷ്പ്രയോഗം ചെയ്തതായി. ആ ദുഷ്പ്രയോഗം ചെയ്താൽ എന്തായി ആ പാപാരിക്ക് പോവും, നമുക്ക് പോവും. അപ്പോ നമ്മുടെ കയ്യിലുള്ള ചക്രായുധം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത്തരത്തില് നമ്മളെ ദുരുപയോഗം, നമ്മുടെ കയ്യിലുള്ള അധികാരോ നമ്മൾക്കുള്ള പവറോ അല്ലെങ്കിൽ നമുക്കുള്ള സ്വാധീനങ്ങളോ ദുരുപയോഗം ചെയ്യാണ്ടിരിക്കാൻ ആണെന്തെന്ന് ഈ സ്ഥിതിദേവതയായിട്ടുള്ള വൈഷ്ണവി മുമ്പ് സൃഷ്ടി പറഞ്ഞു. സൃഷ്ടിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആ ക്രമത്തിൽ ഏതുവരെ എത്തി, പഞ്ചഭൂതങ്ങളായിട്ടുള്ള സംബന്ധം, ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി കൗമാരി ചക്രായുധ വൈഷ്ണവി. ഇനി അടുത്തത് എന്താ? ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തുള്ളൂ, ഒരു ഉയർച്ചയുള്ള അർത്ഥം. ഇങ്ങനെയാണെങ്കിൽ ഇത്രയും സൃഷ്ടിയിലും സ്ഥിതിയിലും നമ്മുടെ പ്രവൃത്തിയിലും ഈ ജഗദംബികയുടെ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, വാരാഹി ഈ ഭൂമിയിൽ ഇങ്ങനെ മണ്ണെടുത്ത് കുത്തി ഭൂമിയിൽ ഇങ്ങനെ കുത്തി നിങ്ങൾക്ക് ആ വരാഹമൂർത്തിയുടെ ഓർമ്മയുണ്ടല്ലോ. ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ വരാഹത്തിന്റെ അവതാരം ഓർമ്മയുണ്ടല്ലോ. അത് വിഷ്ണു പുരാണത്തിൽ പറയുന്ന വരാഹാവതാരം ആണെങ്കിൽ ഈടെന്താണ് ഇതേ ശക്തി ജഗദംബിക ഭൂമിയില ഇതേ അസുരന്മാരെന്നെ പേര് ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ, രണ്ട് അസുരന്മാര്. ഈ അസുരന്മാരെ വധിച്ചിട്ട് ചണ്ടൻമുള്ള പലതരത്തിലുള്ള പേരുകളിൽ അസുരന്മാരെ വധിച്ചിട്ട് ഈ ഭൂമിനെ, അതായത് ഇങ്ങനെ പായ പോലെ ഇങ്ങനെ തെരച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ എന്ത് ചെയ്തു, ഭൂമി താഴോട്ട് പോകുന്ന ചെയ്തു. ആ ഭൂമിനെ എന്തായി ഈ സ്വന്തം ദംഷം കൊണ്ട് മേലോട്ട് എടുത്തിട്ട് അത് ഇതുപോലെ ഇങ്ങനെ തിരിക്കാൻ ആക്കിയിട്ട് ജഗദംബിക, അതായത് ഭൂവരാഹം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു നാസാങ്കുഴ അത്രേ ഉള്ളൂ. ചെറിയ ദ്വാരത്തിൽ വലിയതായിട്ട് ചെറിയ ഒരു കാര്യം, അതായത് ഒരു വിത്ത് ഭൂമിയിൽ കളച്ചിട്ട് ഇട്ടാൽ അത് മുളച്ചിട്ട് 100 കണക്കിന് കായകളിൽ ഉണ്ടാവുന്ന അതേ പ്രതീതിയിലാണ് എന്താക്കുന്ന ഈ ഭൂമി ഇത്ര ഈ രൂപത്തിൽ വന്നിട്ട് ദേവത ഇത്ര പൊക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് തിരിഞ്ഞുകൊണ്ട് താഴോട്ട് വീഴാത്ത രീതിയിൽ ഇല്ല, അതിന് ധൃതി എന്ന് പറയും. ആ ഭൂമി താഴോട്ട് വീഴാത്ത അവസ്ഥ എന്താ പറയാ, നമുക്കൊരു കടലാസ് മേലെ നിർത്താനാവോ, ഒരു ചെറിയ പേപ്പർ മേലെ നിർത്താൻ താഴോട്ട് വീഴുന്നത്. അതിന് ആകർഷണമുണ്ട്. ഭൂമിക്ക് എന്തുണ്ട്, സ്വയം തിരിയുകയും ചെയ്യും, സൂര്യന്റെ പ്രദക്ഷിണം വെക്കുകയും ചെയ്യും. ഒന്നാലോചിച്ച് നോക്കിയാൽ സ്വയം തിരിഞ്ഞിട്ട് ഭൂമിനെ സൂര്യന്റെ പ്രദക്ഷിണം വെക്കുന്ന ഒരു സ്വയം ഇങ്ങനെ തിരിയണം, ഇങ്ങനെ പോവും വേണം. അത്തരത്തിൽ വരുന്ന ഒരു അവസ്ഥ, ആ ശക്തി ഈ ഭൂമിനെ തിരിയാനുള്ള, ഈ തിരിഞ്ഞിട്ട് ഈ തരുന്ന സൂര്യോദയങ്ങളും അസ്തമനങ്ങളും വയസ്സുകളും കാലങ്ങളും പോവാനുള്ള ഈ നിലയുണ്ടാക്കിയിട്ടുള്ള വാരാഹി എന്ന് പറയുന്ന ദേവത നമ്മൾ ഇതേ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബസ് കയറാം, തിരിഞ്ഞോണ്ടിരിക്കാം, നടക്കാം, സദ്യക്ക് പോവാം. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാരാഹി രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗവതത്തിലെ തത്വം. അതായത് ശാക്തേയത്തിന്റെ തത്വം പറയുന്ന അർത്ഥം. വാരാഹി ഘനഘോര ഗർഗരമുഖി അല്ലെ, ഇതെല്ലാം വേണം. ഇല്ലാണ്ട് നമുക്ക് പല ദിക്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ ആ ഗേറ്റ് കൊണ്ടുപോയി ഇടിക്കും, കണ്ട മുണ്ട് കൊണ്ടുപോയിക്കുന്ന ഷർട്ടിന്റെ വല്ല കമ്പി കൊണ്ട് കീറും, ഇല്ല പലതും നടക്കുന്നു അറിയില്ല, ചെരുപ്പ് അഴിച്ച് വീണ്ടും കെട്ടിപ്പൊടിച്ച് വീഴും, പലതും സംഭവിക്കും. അതാണ് ഘനഘോര ഗർഗരം. നമ്മൾ ഘനായിട്ടുണ്ടോ, നമ്മൾ ഘോരായിട്ടുണ്ടോ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കെയർലെസ് ആയിട്ട് പോയാൽ അവിടെയൊക്കെ രക്ഷിക്കുന്നുണ്ട് ഈ ശക്തി സ്വരൂപിണി, രക്ഷിക്കുന്നില്ല ഇല്ലാന്ന് പറയുന്നില്ല. ഈ മേലെ തിരിയുന്ന ഫാൻ താഴെ അതോ ഇത്ര പോന്ന ബസ് തീരെ വിശ്വസിക്കാൻ പറ്റുക, ഒന്നിനും വിശ്വസിക്കാനാവില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആരെ വിശ്വസിക്കാനാവുള്ളൂ, ഈ ശക്തി സ്വരൂപിണിനെ മാത്രമേ വിശ്വസിക്കാനാവുള്ളൂ. വേറൊരാളെ വിശ്വസിച്ചുകൂടാ. ആ ശക്തി സ്വരൂപിണിയുടെ ബലത്തിന്റെ മേലെയാണ് നിറച്ച ടയറിന്റെ കാറ്റ്. ഒരാൾ കണ്ടുപിടിച്ചത് തന്നെ നല്ല കാര്യം തന്നെ. ആ കാറ്റിന്റെ കാര്യം 6 ടയറിന്റെ മേലെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടോ, നമ്മളതിനുള്ള എത്ര ജീവനേന്റെ വിലയുണ്ട് ആലോചിച്ചൊക്കെ. ഇരുപ്പിന്റെ മേലെ എത്ര ട്രെയിൻ പോകുന്നുണ്ട്, ആകാശത്തിലൂടെ എത്ര ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. അതിന്റെയൊക്കെ ഡെപ്ത് ആലോചിച്ചാൽ അതാണ് അവരൊക്കെ സ്റ്റിയറിംഗ് കാണുമ്പോൾ തൊഴുതിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല. നമുക്കാണ് പരിഹാസം, നമുക്ക് കുറച്ച് വിശ്വാസം കുറവാണ്. അവർക്ക് നമ്മളെക്കാൾ വിശ്വാസമുണ്ട്. ഈ എഞ്ചിന്റെ ശക്തിയോട് മാത്രമല്ല ഇത് പോകുന്നതും ഇതിന്റെ മേലെ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് തോന്നിച്ച അതാണ് ഘനഘോര ഗർഗരമുഖി
വാരാഹി ഘനഘോര ഗർഗരമുഖി ദംഷ്ട്രീ, അതാണ് ദംഷ്ട്രീച വജ്രായുധ, ദംഷ്ട്രീച വജ്രായുധ. പിന്നെന്ത് വേണം? ഇതൊക്കെ ആയാലും ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ സംരക്ഷിക്കണം. വജ്രത്തിന്റെ രൂപത്തില്, ആയുധത്തിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സംരക്ഷിക്കണം, പൂജിക്കണം. അതാണ് നമ്മുടെ ജീവനോപാധി. അതല്ലേ നമ്മൾ ഇപ്പൊ എനിക്ക് എന്റെ ജീവനോപാധി എന്താ? എന്റെ വായിലെ നാവാ, അല്ലെങ്കിൽ അത് ആ ശക്തി കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫീസ് പൂട്ടും. ഒരാൾക്ക് എന്താന്ന് ചിത്രം വരക്കുന്നതാണ്, അയാൾക്ക് വരയാതെ ആയുധം. ഇപ്പം ഡോക്ടറാണ്, അയാൾക്ക് എന്താ ആയുധം? അയാളുടെ മനസ്സിന്റെ സാന്നിധ്യം അയാൾക്ക് ഇത് ഇന്ദ്രിയങ്ങളെല്ലാം വേണം. അപ്പൊ ഓരോരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുത്തുകാരനാണ്, അയാൾക്ക് എന്താണ്? ചെണ്ടക്കാരനാണ്, അയാൾക്ക് എന്താണ്? ഈ വാദ്യം കൈ പ്രവർത്തിക്കണം വേണ്ടേ? അല്ലെങ്കിൽ അയാൾക്ക് ചെണ്ട കൊണ്ട് ജീവിക്കാനാവാം. അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു ടൈലറാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ റിപ്പയറുകാരനാണ്, അല്ലെങ്കിൽ ഒരു മിക്സി റിപ്പയർ. അവർക്ക് എന്തുണ്ട്? എല്ലാവരും എന്തുണ്ട്? അവരവർക്കുള്ള വജ്രായുധ, അവരവർക്കുള്ള ആയുധം എന്താണ്? ആ രൂപത്തിലാണ് നമുക്ക് ആര് തന്നിട്ടുള്ളത്? ജഗദംബിക ഈ അനുഗ്രഹം നമുക്ക് തന്നിട്ട് അർത്ഥം. ആ വജ്രായുധ, ദംഷ്ട്രീജ വജ്രായുധ, അതെന്തുണ്ട്? നല്ല ദംഷക്കുണ്ട്. ആ രൂപത്തിന് എന്തുണ്ട്? നല്ല ദംഷമുണ്ട്. വെച്ചാൽ അത് കണ്ടാൽ ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പേടിച്ചിട്ട് തൊഴണം. ഓ, ഇയാളടുത്ത് പോയ കാര്യം ശരിയാവും. ഇതിലൊരു ഓരോ ആ ബഹുമാനം അതുകൊണ്ടല്ലേ വരുന്നില്ലേ? നമുക്ക് വരുമല്ലോ. ഒരു കൺസൾട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വർക്കാണ്. ഇപ്പോ ഒരു മുഷിഞ്ഞ പാൻറ്റൊക്കെ ഇട്ട് വീഡിയോ കഴിച്ചോണ്ട് ഒരു മെക്കാനിക്, ആ മെക്കാനിക്ക് ഈ വണ്ടി റിപ്പയർ ആക്കി നമ്മൾ അപ്പൊ അവരൊക്കെ നമ്മൾ ഭംഗി നമ്മൾ നോക്കൂല. ഒരിക്കൽ ശരിയാക്കി ആളെടുപ്പാ, ഞാൻ സ്റ്റാർട്ടാക്കിയിട്ട് പോട്ടെ ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾ ദൈവത്തിനെ കാണുന്നതിന് അർത്ഥം. നമുക്ക് പുറമേ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പരിഹാസമൊക്കെ തോന്നാം. നമ്മൾ ആവശ്യം വന്നാൽ നമുക്ക് എന്തില്ല? ഓ ദൈവമായി. അതാണ് ആടെയാണ് ദംഷ്ട്രീജ വജ്രായുധ എന്നുള്ള പദം ശരിക്കും സമന്വയിക്കുന്നത്. അങ്ങനെ എഴുതിക്കലാണ്. ദംഷ്ട്രീജ വജ്രായുധ ചാമുണ്ഡി. ഈ ചാമുണ്ടേശ്വരി എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലുള്ള ഈ നിലനിൽപ്പിനാണ് എന്ത് പറയുന്നത്? ഇങ്ങനെയൊക്കെ ഈ ലോകത്തിൽ പ്രവൃത്തിയും നിവൃത്തിയും നടന്നിട്ട്, അതായത് ബ്രഹ്മതത്വത്തിൽ നിന്ന് നമ്മളെ സാധാരണ ജീവിതത്തിലേക്ക്, അതായത് ബ്രഹ്മാണി, വൈഷ്ണവി, വാരാഹി, അതായത് ഭൂമിയിലെത്തി വാരാഹി വജ്രായുധ ഇല്ല. അത് നമുക്ക് എന്തായി? നമുക്ക് ഓരോ തരത്തിൽ നമുക്ക് ജീവനത്തിന് ഇല്ലേ? പാമ്പിന് എന്തുണ്ട്? അതിനൊരു പല്ലുണ്ട്, അതിന് കടിക്കാം, അത് എലിനെ വിഴുങ്ങാം ഇല്ല. ആ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാനുണ്ട്, അതിന് പുല്ല് കുറെ മുളക്കുന്നുണ്ട്, അത് കടിച്ചു തിന്നും ഇല്ലേ? വലിയ മീനുണ്ട്, അതിന് ചെറിയ മീൻ പിടിച്ചു തിന്നും. അത്തരത്തിൽ അതിനെന്തുണ്ട്? അതിനൊക്കെ ജീവിക്കാൻ ഓരോ തരത്തിൽ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മഴയാണ് ഇല്ലേ? നമ്മളിപ്പോ എല്ലാം ഈ ലോകത്തിൽ എല്ലാവരും വെള്ളം ഒഴിക്കുന്നുണ്ടാ. നമ്മളില്ലാത്ത വാഴക്കോ തെങ്ങിനോ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നല്ലാണ്ട് നാട്ടുകളിലെല്ലാം വെള്ളം ഒഴിക്കാനാവുക. അങ്ങനെ വെള്ളമൊഴിച്ച് വളർത്തുന്നതും വെള്ളം ഒഴിക്കാണ്ട് വളർത്തുന്ന ജാസ്തി. ഒന്ന് ആലോചിച്ച് നോക്കേ, വെള്ളം ഒഴിക്കാണ്ട് വളർത്താൻ ജാസ്തി. പരിപാലിച്ച് വളരുന്ന സസ്യങ്ങളും പരിപാലിച്ച് വളരാത്ത സസ്യങ്ങളും പ്രാണികളും നോക്കിയാല് പരിപാലിക്കാണ്ട് വളരുന്നതാണ് സുഖമായി ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പരിപാലിച്ച് വളർത്തുന്ന എന്ത് പറ്റുന്നത്? ഉണങ്ങിപ്പോയിട്ടും കഷ്ടപ്പെട്ടിട്ടും വളരെ ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ഉണങ്ങി നശിച്ചു പോകും. ഇപ്പൊ നമ്മളില്ലാത്ത ദിവസവും പൂച്ചെടികളൊക്കെ ഉണ്ട്, 2 കിഴങ്ങുണ്ട്, അല്ലെങ്കിൽ 2 വാഴയുണ്ട്, ഇതിനൊക്കെ നമ്മൾ തെങ്ങുണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിക്കണം. അത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അദ്ദേഹം പണി മുടക്കും. അപ്പോ ഇതിനെന്ത് വേണ്ട? കാട്ടിലുള്ള മരത്തിനോ മാവിനോ അത് നിർത്തി കഴിഞ്ഞാൽ കൂടെ ഒരു മഴ പെയ്താന്നുണ്ട് പഴയതല്ല. അതുപോലെ അതിന്റെ വിത്തിന് വരെ അത്ര ശക്തി ഉണ്ട് അർത്ഥം. ആ തീയിൽ വരെ എന്താണ് നശിക്കുന്നില്ല, ആ വിത്ത് നശിക്കുന്നില്ല, അത് അവിടെ തന്നെ എന്താവുന്നുണ്ട്? വളരുന്നുണ്ട് അർത്ഥം. അപ്പോ അത്തരത്തില് നമ്മുടെ വനങ്ങളില്, പർവ്വതങ്ങളില്, കാടുകളിലുള്ള സസ്യങ്ങൾക്കെല്ലാം ആരാണ്? തണ്ണീർ വിട്ടോ വളർത്തോ. നമ്മള് വെള്ളമൊഴിച്ച് വളർത്തുന്നതല്ല, അതൊന്നും വെള്ളമൊഴിച്ച് വളർത്തുന്നതല്ല. നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തുന്നതും ചോറ് കൊടുത്ത് പോറ്റുന്നതും വളരെ 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 കുറവാണ്. സ്വയം ആഹാരം തേടുന്നതും സ്വയം വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ട് വേനലിലേക്കുള്ള വെള്ളം സൂക്ഷിച്ചു വെക്കാനുള്ള ശക്തി എവിടെയുണ്ട്? ആ വേരിനുണ്ട്. ആ വേരിന് കൊടുത്താരാ? വാരാഹി ഘനഘോര ഗർഗരമുഖി ദംഷ്ട്രീജ വജ്രായുധ. അതിന് ജീവിക്കേണ്ട ശക്തി ആര് കൊടുത്തിട്ടുണ്ട്? അതിന് ആ ശക്തി കൊടുത്തിട്ടുണ്ട്, ഉറപ്പാ. അതിന് ഈ പല്ലിയാന്ന് വെച്ചാൽ അതിന്റെ നാവിന്റെ മേലെ എന്തുണ്ട്? ഒരു പശയുണ്ട്, അത് പിടിച്ചു തിന്നും. അതുപോലെ തന്നെ ഒരു 8 കാലിയുടെ അതിന്റെ പശ കൊണ്ട് നമ്മൾ സ്വർണത്തിനെ കൊണ്ട് അത്ര അങ്ങനത്തെ ഒരു നൂലുണ്ടാക്കിയാൽ കൂടെ എന്താവില്ല, അത് പൊട്ടിപ്പോവും. ഈ സ്വർണത്തിനെ കൊണ്ട് അത്ര വണ്ണത്തിലൊരു നൂലുണ്ടാക്കി നമ്മളൊരു വലയുണ്ടാക്കിയാൽ ആ വലയില് അത്തരത്തിൽ ഈച്ചോ അല്ലെങ്കിൽ പ്രാണിയോ പെട്ടുപോയാൽ നമ്മുടെ സ്വർണത്തിന്റെ നൂല് പൊട്ടിപ്പോവും. പക്ഷേ ഈ 8 കാലി എന്ന് പറയുന്നത് ഒരു വല കിട്ടിയാൽ അതിന് ഒരു ഈച്ചയോ അല്ലെങ്കിൽ ഒരു പ്രാണി അതിന് വന്ന് എടുത്താൽ അത് സുഖമായി തിന്നിട്ട് അടുക്ക് കിടന്നുറങ്ങി സുഖമായിട്ട് കൂടും അദ്ദേഹം. അപ്പോ ആ വണ്ണത്തില് അതിന് ആ ഒരു ഗേജില് അതിനുണ്ടാക്കാനുള്ള ശക്തി കൊടുത്തിട്ടുള്ള പരദേവതക്കാന്ന് പറയുന്നത് വജ്രായുധ. ആ ദേവതയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അഷ്ടമസ്കന്ധത്തില് ശക്തി സ്വരൂപിണിയുടെ ശക്തികളെ കുറിച്ചിട്ട് പല രീതിയിലും പല രൂപത്തിലും ഭാവത്തിലും പ്രതിപാദിച്ചിട്ട് ഭൂഗോളത്തിനെ കുറിച്ചൊക്കെ അതിന്റെ ജ്യോതിർമണ്ഡലത്തിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്.
നാളെ ഞാൻ ബാക്കി എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യാം, അതും ശരിയാക്കാം. പിന്നെന്തായി, ആ ചാമുണ്ടേശ്വരി, ആ ഭദ്രകാളി, അതായത് നമ്മളെ ഭദ്രമാക്കി നിർത്തുന്ന കാതിലാന്തം, കകാരം മുതൽ ലകാരം വരെയുള്ള വർണ്ണപ്രപഞ്ചത്തില് ഉൾക്കൊള്ളുന്ന, ഇപ്പൊ നമ്മളിപ്പോ കുറെ എന്താ പറയണ്ടേ, അസുരന്റെ തല, രക്തം, എന്തൊക്കെയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ വളരെ പേടിക്കേണ്ട ഒരു ദേവത. ആ പേരും ഇതുവരെ എന്തില്ല, ഭദ്രകാളി എന്നാണ് പേരെങ്കിലും ചാമുണ്ടി എന്നാണ് പേരെങ്കിലും നിങ്ങൾ എന്ത് വേണ്ട, ആരും പേടിക്കേണ്ട ദേവതകളല്ല. ഇവരും നിങ്ങൾ വേണ്ടാണ്ട് പേടിച്ചിട്ട് മനസ്സ് മുട്ടേണ്ട കാര്യമില്ല. അപ്പോ ആ ചാമുണ്ടി എന്ത് ചെയ്യുന്ന അത്തരത്തിൽ ഒരു രൂപം എടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനാവുള്ളൂ, നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാനാവുള്ളൂ, ഭയത്തോടും ഭക്തിയോടും കൂടിയിട്ട് നമ്മളെ രക്ഷിക്കാനാവുള്ളൂ. അതാണ് ശാക്തേയത്തില് മേഘസമപ്രഭാം ത്രിനേണാം വേതാള കണ്ഠസ്ഥിതാം. വേതാളം എന്ന് പറയുന്ന ഒരു അസുരന്റെ കഴുത്തില്, അത് ശിവന്റെ വേഷം കെട്ടിയിട്ട് വരുന്നതാണ്. വേതാള കണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകുടവക ദാരുകശിര, ദാരുകൻ അസുരന്റെ തലേത് കൃത്വാ കരാഗ്രേഷുജ, കയ്യിൽ വെച്ചിട്ട് ഭൂതപ്രേത പിശാച മാതൃസഹിതാം. അത്തരത്തിൽ എന്തുണ്ട്, നമുക്ക് ചുറ്റും എന്തുണ്ട്, ഈ ഇത്തരത്തിലുള്ള ഭൂതപ്രേത പിശാച മാതൃസഹിതാം ഉണ്ടസ്രജാലങ്കൃതാം, അതാണ് തല, അസുരന്മാരുടെ തലയോട്ടികൾ ആഭരണമാക്കി ചാർത്തിയിട്ടില്ല. വന്ദേ ദുഷ്ടമസൂരികാതി സകലം സംഹാരികാമീശ്വരി. അത്തരത്തിലുള്ള ഒരു രൂപം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനാവുള്ളൂ, നമ്മളൊക്കെ ഇത്തരത്തില് പരിപാലിക്കാൻ ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് ജഗദംബിക അത്തരത്തിൽ രൂപം എടുത്തിട്ട് എന്തായി, ചാമുണ്ടി രൂപത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരെയും ചതുർബാഹുവായിട്ട്, വൈഷ്ണവിയായിട്ടും ബ്രഹ്മാണിയായിട്ടും ഇത്തരത്തിൽ എല്ലാ രൂപത്തിലും ആരനുഗ്രഹിക്കുന്നുണ്ട്, ഈ ഭഗവതി, ഈ ജഗദംബിക നമ്മൾ അനുഗ്രഹിക്കുന്നത്. അത് കൂടുതൽ അന്വേഷിക്കണ്ട. ഇനിയുള്ള 10 മിനിറ്റില് നമ്മളെ ശരീരത്തിൽ ജഗദംബിക എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഭാഗം ഈ ആദ്യത്തെ ഭാഗം നിർത്താം. നമ്മളെ ശരീരത്തില് ഞാൻ മുമ്പേ ആദ്യത്തെ ഉപന്യാസത്തിൽ പറഞ്ഞിരുന്നു 6 ആധാരങ്ങളുണ്ട്. ഷഡാധാരങ്ങളില് ലളിതാ സഹസ്രനാമത്തിലും കുറച്ചുകൂടി ഇതായിട്ടുള്ളത്, കുറച്ചുകൂടി വിസ്തരിച്ചതിലുണ്ടാവുക. ആദ്യം തന്നെ പറയുന്നത് വിശുദ്ധി, നമ്മുടെ 6 ചക്രങ്ങൾ യോഗശാസ്ത്രത്തൊക്കെ പ്രസിദ്ധമാണ്. ആജ്ഞാചക്രയുടെ സഹസ്രാരപത്വം കൂടാ, ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, അനാഹതം, മണിപൂരം, സ്വാധിഷ്ഠാനം, മൂലാധാരം. ഇത്തരത്തില് മൂലാധാരാം ഭുജാരൂഢ, മൂലാധാരത്തിൽ അല്ലെങ്കിൽ വിശുദ്ധിയും തുടങ്ങാം. ഒറ്റ മുഖത്തോട് കൂടിയിട്ട് വിശുദ്ധി ചക്ര നിലയാ രക്തവർണ ത്രിലോചന ഘട്വാങ്കാദി പ്രഹരണ, അതായത് ശക്തിയുടെ സ്വരൂപം നമ്മുടെ ഷഡാധാരങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ശക്തി സർവവ്യാപിയാണെന്നും ഈ പ്രപഞ്ചത്തിന്റെ, അതായത് പരബ്രഹ്മത്തിന്റെ ഒറ്റൊന്നായിട്ടുള്ള പരബ്രഹ്മത്തിന്റെ പല രൂപങ്ങളാക്കി ഉണ്ടാക്കാൻ പരബ്രഹ്മം ഒറ്റൊന്നേ ഉള്ളൂ. ആ ഒന്ന് ഇത്തരത്തില് ഈ ഇത്രയും വേഷങ്ങൾ, ഇത്രയും മരങ്ങളായിട്ടും ഇത്രയും ചെടികളായിട്ടും ഇത്രയും മനുഷ്യന്മാരായിട്ടും ഇത്ര വെച്ചാൽ ആയിരക്കണക്കിന് മാനിപ്പുലേഷൻസ്. വസ്തു ഒന്നും ഇതിനൊക്കെ രൂപാന്തരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോ ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണെണ്ണ കല്ല് രൂപത്തിൽ അതിന് കല്ലെന്ന് പേര്, ആ കല്ലിന്റെ നാലെണ്ണം വെച്ചാൽ അതിന് ചുവരെന്ന് പേര്, ചുവരന്റെ നാലെണ്ണം വെച്ചാൽ അതിന് മറ്റേ ഗ്രേറ്റ് വാൾ എന്ന് പേര്, അതിന് കുറച്ച് പെയിന്റ് അടിച്ചതിന് വേറെ പേര് ഇല്ല, അതിന് എലിവേഷൻ, പല പേരുകളെ മാറുന്നുണ്ട്. വസ്തു എന്താ, ഇതൊക്കെ ഒറ്റൊന്നാണ്. ഒരേ ഒരു വസ്തുവിന്റെ പല രൂപത്തിൽ, അതായത് ജഗദംബികയുടെ ശക്തിയുടെ ഒരേ രൂപത്തിലുള്ള ഒറ്റൊന്നായിട്ടുള്ള ശക്തി സ്വരൂപിണിയുടെ പല രൂപത്തിൽ ആ എനർജി അതിലേക്ക് പോകുമ്പോൾ എന്താവുന്നുണ്ട്, അത് വേറെ രൂപത്തിലാവുന്നുണ്ട്. അപ്പോ ഈ ശക്തി എന്ന് പറയുന്ന എനർജി നിങ്ങൾ ധരിക്കണം, നമ്മൾ ധരിക്കണം. അതുപോലെ തന്നെ ആ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, പല രൂപത്തിലും എടുക്കുന്നുണ്ട്. ആ രൂപത്തില് എടുത്തതില് ഒന്നാമെന്തെന്ന് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. നമ്മളെ മനുഷ്യന്മാരത്തിന് എന്തേ ഉള്ളൂ, ഒറ്റൊന്നേ മനുഷ്യൻ ആത്മാവിൽ ഒറ്റൊന്നാണ്, വേറെ വേറെ നമ്മൾ ധരിക്കുന്നതാണ്. ഈ പാത്രം വേറെ വേറെ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ തോന്നുന്നത്, ഇതൊക്കെ വേറെ വേറെ. നമ്മളെല്ലാം എന്താണ്, എന്റെ ആത്മാവോ നിങ്ങളുടെ ആത്മാവോ എന്തല്ല വേറെ അല്ല. എന്തുകൊണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, ആദ്യം തന്നെ സ്കൂൾ ഐ എന്നാ, എന്താ ഐ എന്ന് പറഞ്ഞാൽ ഐ, അതിന്റെ പ്ലൂറൽ എന്താ, വി എന്ന് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിക്കുന്നതിന് തെറ്റാണ്. ഐക്ക് പ്ലൂറൽ ഇല്ല. ആലോചിച്ച് നോക്കേ, ഐ എന്നുള്ളതിന് പ്ലൂറൽ ഉണ്ടോ? ഇല്ല. എനിക്ക് എന്നെ പോലത്തെ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റൊരാളേ ഉള്ളൂ. വീക്ക് ഈ ഐ എന്ന് പറയുന്നത് വേറൊരാൾ കൂടി കൂടിയാൽ വി ആവും. മറ്റേ ഞാൻ തന്നെ വി ആവുന്നില്ല, ഒരു കാലത്ത് ആവാനാവില്ല. അതുപോലെ ശക്തി എന്ന് പറയുന്ന സാധനം എന്താവുന്നില്ല, ശക്തി പറയുന്നത് ഐ എന്ന് പറയുന്ന പോലെയാണ്. അതിനെന്തില്ല, വേറെ രൂപമില്ല. ആ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്, രൂപാന്തരം പ്രാപിച്ച് വേറൊന്നായിട്ട് അയ്യോ വേണമെങ്കിൽ വി എന്ന് പറയാം, അത്രേ പറ്റും. അത്തരത്തില് ഒരേ ഒരു ശക്തി, രണ്ടില്ലാത്ത ഒരു ശക്തി പല രൂപത്തിൽ വന്ന് നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ എങ്ങനെയുണ്ട്, 3 ലോചനങ്ങളോടുകൂടി 6 ആധാരത്തിൽ ഇപ്പൊ എന്തായി, ഈ 7 രൂപത്തിലാണെന്നല്ലോ പറഞ്ഞേ. ചാമുണ്ടി എവിടെ നിൽക്കട്ടെ, ഈ 7 രൂപത്തിൽ പറയുന്നത് ഉണ്ടായി.
6 ആധാരങ്ങളിൽ മറ്റേ 7ാമത്തെ ഇതിൽ വരുന്നുണ്ട്, സഹസ്രപത്മത്തിൽ വരുന്നുണ്ട്. 6 ആധാരങ്ങളില് ഇതില് വിശുദ്ധി ചക്രത്തില് ആരക്തവർണ ത്രിലോചന ഖട്വാങ്കാദി പ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയ, പായസം പ്രിയമായിട്ടൊരു ദേവത, പരമാന്നത്തിൽ പ്രിയമായിട്ടുള്ള ദേവത എവിടെയുണ്ട്? നമ്മളെ കണ്ടത്തിലുണ്ട്. പായസാന്ന പ്രിയ ത്വക്സ്ഥ, ഇന്ദ്രിയമേത ത്വക്കിന്ദ്രിയം, പശുലോക ഭയങ്കരി, അമൃതാദി മഹാശക്തി സംവൃത ഡാഗിനേശ്വരി, അനാഹതം എന്ന് പറയുന്നത് എത്ര? ശ്യാമാഭ വദനദ്വയ, 2 മുഖത്തോടു കൂടിയിട്ടാണ് ജഗദംബിക നിൽക്കുന്നത്. 2 മുഖത്തോടു കൂടി നിൽക്കുന്ന ജഗദംബികയുടെ അനാഹതാബ്ദിനിലയാ ലളിതാ സഹസ്രം അറിയുന്ന ഫോളോ, അതിന് സഹസ്രം നോക്കിയാൽ കഴിഞ്ഞു, അത്ര കേട്ടു, ഇത് അറിയാൻ വലിയ വിഷമൊന്നുമില്ല. അനാഹതാബ്ദിനിലയാ ശ്യാമാഭ വദനദ്വയ ദംഷ്ട, നേരത്തെ പറഞ്ഞില്ലേ, ദംഷ്ട ഉജ്ജ്വല അക്ഷമാലാധര രുതിര സംസ്ഥിത രക്തധാതു, കാളരാത്രിയാദി ശക്തിയോഭൃത സ്തിഗ്ധോദന പ്രിയ, ഇവിടെ പായസാനാണെങ്കിൽ ഇവിടെ സ്തിഗ്ധം നെയ്യിട്ടിട്ടുള്ള അന്നത്തിനോട് പ്രീതിയുള്ള ഒരു ദേവത അനാഹതത്തിലും. അതുപോലെ തന്നെ മണിപൂരാഗ്നിലയ വദനത്രയ സംയുത, മണിപൂരത്തിലത്തെ എന്തായി 3 മുഖത്തോടു കൂടിയിട്ടുള്ളതാണ്. മണിപൂരാഗ്നിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത, നേരത്തെ പറഞ്ഞില്ലേ വജ്രായുധായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ, മാംസം എന്ന് പറയുന്ന ധാതുവിലുണ്ട്. ഗുഡാന്ന പ്രീതമാനസ, അവിടുത്തെ എന്തായി ഗുഡം വെല്ലം അങ്ങനത്തെ ഉള്ളതല്ല. നേരത്തെ പായസാണെങ്കിൽ ഇവിടെ ഇത് സിദ്ധാണെങ്കിൽ ഇടത്തായി ഗുഡാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഖത, എല്ലാ ഭക്തന്മാരും വജ്രായുധായ നേരത്തെ പറഞ്ഞാൽ വജ്രായുധായ സുഖ എന്ന് പറഞ്ഞു. അപ്പോ ഇതിലെ സമസ്ത ഭക്ത സുഖത ലാഗിന്യം സ്വാധിഷ്ഠാനാംബുജഗത സ്വാധിഷ്ഠാനത്തിൽ 4 മുഖം, സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന, ഇവിടെ സംഹാരരൂപിണിയായിട്ട് ഏത് തരത്തിലുള്ള ശക്തി, എത്ര തരത്തിലുള്ള എനർജി, എത്ര അടി വേണമെങ്കിലും അടിച്ച് അടിക്കാം, എത്ര വേണമെങ്കിൽ നമുക്ക് ഏത് മലയിലും ബുൾഡോസർ കൊണ്ട് നമുക്ക് താഴത്ത് ഇറക്കും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം, എത്ര വലിയ കോൺക്രീറ്റ് നമുക്ക് എന്ത് ചെയ്യാം നദിയുടെ മേലെ കൂടെ ഇടുകയും ചെയ്യാം. അത്തരത്തിലുള്ള ഭഗീരഥ കൺസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ കൂടി ആവാം. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ര മനോഹര ശൂലാധ്യായ സമ്പന്ന പീതവർണാതി ഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യന്നം, ദധി തൈരിട്ടുള്ള ചോറ് ഇഷ്ടമായിട്ടുള്ള ഒരു ദേവത, 4 മുഖത്തോടു കൂടിയിട്ട്. ബാക്കി നമുക്ക് എന്താണ്? പരമേശ്വരന്റെ അതേ രൂപത്തിലുള്ള, അതായത് ഈ ലോകത്തിലുള്ള പ്രവൃത്തികൾ മുഴുവൻ നടത്തി തരുന്ന പരമേശ്വരൻ. ആ പരമേശ്വരന്റെ രൂപ നേടിയുള്ളത് മൂലാധാരാം ഭുജാരൂഢ പഞ്ചവക്താക്സംസിത, 5 മുഖത്തോടു കൂടിയിട്ടുള്ള ഈ മൂലാധാരത്തിലുള്ള ദേവത. ആ ദേവതയാണ് നമ്മൾ ഈ ലോകത്ത് മുഴുവൻ എന്താണ് ഇവിടെ പ്രതിഷ്ഠാരൂപത്തിൽ ശങ്കരാചാര്യർക്ക് നേരിട്ട് പ്രത്യക്ഷമായിട്ടുള്ള ഈ ദേവതാര മൂലാധാരാം ഭുജാരൂഢ രൂഢ പഞ്ചവക്താക്സംസിത അങ്കുശാദി പ്രഹരണ വരദാ നിഷേവിത, എല്ലാ ആയുധങ്ങളോട് കൂടിയിട്ടുള്ള മുദ്ഗോദനാസക്തയിത്ത. പല ദിക്കും നമ്മൾക്കിപ്പോ അറിയാം ചെറുപയർ നൈവേദ്യം, മുദ്ഗോദനം എന്ന് പറഞ്ഞാൽ ചെറുപയർ കൊണ്ടുള്ള അന്നത്തിലാണ് മുദ്ഗോദനം. മുദ്ഗോദനാസക്തയിത്ത സാകിന്യംബാസ്വരൂപിണി, പല ദേവീക്ഷേത്രങ്ങളിലും ചെറുപയർ നിത്യ വിശേഷം. അത് ഈ ശങ്കരാചാര്യർക്ക് പ്രത്യക്ഷമായത് കൊണ്ടാണ് ഇതിന് ഇത്ര വിശേഷം വന്നിട്ട്. ആ രൂപത്തിലാണ് 4 കണ്ടിട്ടുള്ളത്. ശിവശക്തി ആയുക്തോ സൗന്ദര്യരേഖ ശങ്കരാചാര്യർക്ക് സാക്ഷാത് ദേവത, അത് സാക്ഷാത്കാരം വന്നതിന് ശേഷം എഴുതാന്നർത്ഥം. ഇത്തരത്തിലുള്ള ശക്തി സ്വരൂപിണിയുടെ ഈ വിശേഷങ്ങളെ കുറിച്ച് സൗന്ദര്യരേഖ അടക്കമുള്ള കുറെ വിശേഷങ്ങൾ എഴുതി എവിടുന്ന ഈ സാക്ഷാത്കാരത്ത് വന്നതാണ്. മുദ്ഗോദനാസക്തയിത്ത സാകിന്യംബാസ്വരൂപിണി. അത് കഴിഞ്ഞിട്ടോ ഇവിടെയുള്ള ആജ്ഞാചക്രാതിലയ ശുക്ലവർണ ഷഡാനന, അവിടെ എന്തായി ഈ ഇന്ദ്രിയം കണ്ണിന്റെ നെടുക്ക് 2 നെടുക്കുള്ളതാകുന്നത് എല്ലാം അറിയണ്ടേ. 2 കണ്ണിന് എത്ര ഇത് കാണാൻ അത്രല്ലേ ചാവുള്ളൂ, ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ആ അറിയാനുള്ള ശേഷി ഉണ്ടാക്കുന്ന ആരാ? ഈ ജഗദംബികയാണ്. ആജ്ഞാചക്രാതിലയ ശുക്ലവർണ ഷഡാനന മജ്ജാസംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത. അവിടെ നിന്നാണ് വിശേഷമൊന്നും പറയുന്നില്ല. എല്ലാ ശക്തിയുടെയും മുഖ്യശക്തിയായിട്ട്, അതായത് നമ്മൾ ഓരോ ദിക്കിൽ നടക്കുമ്പോഴും ഓരോ കല്ല് കാണുമ്പോഴും നമ്മൾ തിരിയുന്നതും മറിയുന്നതും, അതാണ് നമ്മൾ വണ്ടി ഓർമ്മിച്ചാൽ മതി. ഇത് നമ്മൾ അറിഞ്ഞോട് ഓടിക്കുന്നതല്ല, അല്ലെ? പല ദിക്കും നമ്മൾ ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് കൊണ്ട് തിരിക്കുന്നത്, നമ്മൾ തിരിക്കുന്നതാണ്, നമ്മൾ ധരിക്കുന്നതല്ല, നമ്മൾ തിരിക്കുന്നതല്ല, ശക്തി സ്വരൂപിനെ തിരിക്കുന്നത്. അത്തരത്തിൽ തിരിക്കാനുള്ള ശക്തിക്ക് എന്താ പേര്? മുഖ്യശക്തി എന്ന് പറയും. മുഖ്യശക്തി സമന്വിത. അവിടെ എന്താ നിവേദ്യം? ഹരിദ്രാൻ നൈകരസിക ഹാഗിനി ഉപധാരണി. അത്തരത്തിലുള്ള നിവേദ്യം ഹരിദ്ര, മഞ്ഞ നിറത്തിലുള്ള മഞ്ഞപ്പൊടിയിട്ടുള്ള ചോറ്, അന്നം നിവേദ്യമുള്ള ഈ. പിന്നെ സഹസ്രപത്മ സ്ഥിര നമ്മളെ മെമ്മറി എല്ലാം സൂക്ഷിക്കുന്ന എവിടെയാണ്? സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി. പിന്നെ സർവോദന പ്രീത. ആരെന്ത് വേണമെങ്കിൽ അവതാന്ന് ഇവിടെ ഈ ഉറങ്ങിണീറ്റാലും നമുക്ക് ഓർമ്മ വരുന്ന മെമ്മറി സെറിബ്രത്തിൽ ഈ 3 ഭാഗമായിട്ട്, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന 3 ഭാഗമായിട്ട്
ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. ഈ മെമ്മറിയിൽ നമുക്ക് നിർത്തി തരുന്നത് ആരാ? ആ ശക്തി തരുന്നത് ആരാ? ആ ജഗദംബിക. സഹസ്രദള പത്മസ്ഥ സ്രവവർണോപശോഭിത. അത്തരത്തിൽ നിന്നുണ്ട് ജഗദംബിക അവിടെയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ശിരസ് മുതലേ നമ്മുടെ മൂലാധാരം വരെ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവതിയുടെ ജഗദംബികയുടെ പല സ്വരൂപങ്ങൾ എന്താണ് നമ്മൾ അറിഞ്ഞിട്ടും അറിയാണ്ടും ഇതിന്റെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുള്ള സന്ദേശമാണ് ആര് തരുന്നത്? ഈ ദേവി ഭാഗവതം നമുക്ക് തരുന്ന. ആ ഭാഗവതത്തില് ജഗദംബികയുടെ ഈ ഇതെല്ലാം പറയുന്നത് ഇതിന്റെ ഒക്കെ സൃഷ്ടിക്രമങ്ങൾ, ഇവർ വന്ന അസുരന്മാരുടെ കഥ, അങ്ങനെ കുറെ അധ്യായ കണക്കിന് ഇഷ്ടംപോലെ വർണ്ണിക്കുന്നുണ്ട്. ഇതിന്റെ തത്വം എന്താ? ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയാ കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി. ആ ദേവതയുടെ പുത്രനാണ് ആര്? ഗണനാഥ രുദ്രസഹിതാം. ഗണനാഥൻ ആര്? ഗണനാഥൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മുടെ സ്വന്തം ഗണപതി തന്നെ, ആരുമല്ല. എല്ലാ വിഘ്നങ്ങളെയും എലിക്കങ്ങനല്ലേ, എവിടെയാണെന്ന് അറിയില്ല, പോകുന്ന വഴി വരുന്ന വഴി അറിയില്ല, അഞ്ചാതിയുള്ള വിഘ്നങ്ങൾ അല്ലെ, വിഘ്നങ്ങൾ വരുന്ന വഴി അറിയില്ല. അത്തരത്തിലുള്ള വിഘ്നങ്ങളെ മുഴുവൻ തീർക്കുന്ന ഈ ശക്തിക്ക് എന്ത് വേണം? നമ്മൾ നേരെ പോണെങ്കിൽ വിഘ്നങ്ങൾ വേണമല്ലോ. അതിനാണ് ആരെ കൂട്ടിയത്? ഗണനാഥ. പിന്നോ രോദനഹേതു ഭൂതം ദുഃഖം ദ്രാവയതി. നമുക്ക് വിഷമങ്ങൾ വരുന്ന അത്തരമുള്ള ദുഃഖങ്ങളെ ഒഴിവാക്കുന്ന ഒരു ദേവത രുദ്രൻ എന്ന് പറയുന്ന ഈ സംഹാരത്തിന്റെ ആയിട്ടുള്ള കാരകനായിട്ടുള്ള, അതായത് സൃഷ്ടിക്രമത്തിൽ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന പരമേശ്വരൻ എന്ന് പറയുന്ന ദേവത ഗണനാഥ രുദ്ര. ആ രുദ്രൻ എന്നുള്ളതാണ് രോദനഹേതു ഭൂതം ദുഃഖം. മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകും. ഒരു പണിയെടുക്ക് വന്നിട്ടുണ്ടാകാൻ പാടില്ല. വൈറസ് ഉണ്ടായിക്കൂടാ, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിക്കൂടാ, വിഘ്നങ്ങൾ ഉണ്ടായിക്കൂടാ. ആ വിഘ്നങ്ങൾ ഇത് രണ്ടും ഇല്ലാണ്ടിരുന്നാൽ ശക്തി സ്വരൂപിന് നമ്മളെ ശരീരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പ്രവൃത്തി ഓട്ടോമാറ്റിക്കലായിട്ട് അദ്ദേഹം ചെയ്യിക്കുന്നുള്ള ഒരു സന്ദേശം തരുന്ന ദേവി ഭാഗവതം ഈ വൈശാഖ മാസകാലത്ത് നിങ്ങളായിട്ട് ഇങ്ങനെ സംവദിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായതില് തന്ത്രസമാജത്തിനും കേട്ടിരുന്ന നിങ്ങൾക്കും 32 ആൾക്കാരൻ എന്റെ അകൈതവമായ നന്ദി. ഇതിൽ നല്ലതെല്ലാം ആരത് എന്നെ പഠിപ്പിച്ച ഉപാധ്യായരുടെ ഗുണമായിട്ടും ദോഷങ്ങളെല്ലാം അത് എന്റെ സ്വന്തം. അത് നിങ്ങൾ വേറെ അന്വേഷിക്കാൻ പോകണ്ട, അതെന്റെ സ്വന്തം ദോഷങ്ങളാണ്, വേറെ ആരും തന്നതല്ല അത്. അതുകൊണ്ട് അതും ശക്തി സ്വരൂപയുടെ പാതാലബന്ധങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഈ ഉപന്യാസം തൽക്കാലത്തേക്ക് സമാപിക്കും. ബാക്കി നാളെ നോക്കാം. ആരാണ് നന്ദി. പ്രഭാഷനായി രഘു ആറ്റുപുറത്തിന്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. നാളെ കാണാൻ ബാക്കി. ഞാനൊന്ന് നന്ദി പറഞ്ഞിട്ട് കിട്ടിയ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദി പറഞ്ഞിട്ട് നിർത്താന്ന് പറയാം. ഇന്ന് നമ്മോടൊപ്പം വൈശാഖ മാസ പ്രഭാഷണം നടത്തിയ ശ്രീ ഡോക്ടർ ടി.പി. രാധാകൃഷ്ണൻ നമ്പൂതിരി അവർക്ക് അഖില കേരള തന്ത്രി സമാജത്തിന്റെ പേരിലും TVSRCയുടെ പേരിലും പിന്നെ പൂജാ പഠിതാക്കളുടെ പേരിലും പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ സ്വാഗതം അർപ്പിച്ച സജീവ് കരിപ്പത്തിനും പിന്നെ ആശംസകൾ പറഞ്ഞ ശ്രീ നാരായണേട്ടനും പിന്നെ പ്രാർത്ഥന നടത്തിയ സന്ധ്യ കരിപ്പത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ മഹത് വ്യക്തികൾക്കും, ശ്രീരാമേട്ടനും പിന്നെ ഗുരുതുല്യനായ ഹരിയേട്ടനും ഉണ്ടോയെന്നറിയില്ല, നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അഖില കേരള ഉത്തര മേഖല തന്ത്രി സമാജത്തിന്റെ പേരിലും ഞങ്ങളെ പൂജാ പഠിതാക്കളുടെ പേരിലും പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. നാളെ ഭൂഗോള വർണ്ണന, ഭൂമി സംസ്ഥാനം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മന്വന്തരങ്ങള് ഇതിനെ കുറിച്ചൊക്കെ നാളെ പറയാം. ശരി എന്നാൽ നമസ്കാരം. ശുഭരാത്രി.